اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. نتوسل بالحباب والبتول المستطاب والنبي ثم الصحابة فعسى دعوى مجابا. صلى الله صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. أعظم زوجاتي قدرا قد تلاقت منه أمرا خطبت أحمد بكرا غنمت منه شبابا. صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. ज़ाब्ज़ गुंबद वाले मंजूर दुआ करना जब वक्त नज़ा आए दीदार अता करना. अस्सलातु अलन नबी الشفيع الأبطاحي والحبيب العربي. يا إلهي رحم فرما मुस्तफ़ा के वास्ते या रसूल अल्लाह करम कीजिए खुदा के वास्ते. अस्सलातु वस्सलामु अलैका या सय्यदना या रसूल अल्लाह. खुद बिअयदीना अदरिकना उन्नुर अहवालना इश्फ़अ लना नहनु फ़ी हिमाक या रसूल अल्लाह. अस्सलामु अलैका अയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹല്ലിന് നേതൃത്വം നൽകുന്ന ബഹുവന്യരായ അൻവർ അലി ദാരിമി ഉസ്താദ് അവറുകൾ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റു ഭാരവാഹികൾ, ഈ മഹല്ലത്തിന് നേതൃത്വം നൽകുന്ന സർവാദരണീയരായ
ഉമറാക്കളെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മോമിനീങ്ങൾ, മോമിനാത്തുകൾ, വേദിയിലും സദസ്സിലൊക്കെ ഉപവിഷ്ടരായിട്ടുള്ള ബഹുന്യരായ പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഈ മജ്ലിസിൽ നിന്ന് നാം പോകുന്ന സമയം ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗബ നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കളെയും, സ്നേഹജനങ്ങൾ, ബന്ധുമിത്രാദികളെയൊക്കെയും അല്ലാഹു സ്വർഗത്തിൽ നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അല്ലാഹു ഒന്നിച്ചു കൂട്ടിത്തരട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാടിനെ ആത്മീയ വെളിച്ചം നൽകിക്കൊണ്ട്, നമ്മുടെ നാടിൻ്റെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടതെല്ലാം നൽകി, അവരുടെ ആയുസ് ഇവിടെ ചെലവഴിച്ച് ഈ നാടിൻ്റെ ചൈതന്യത്തെ നിലനിർത്തി സൂക്ഷ്മമായ ജീവിതം നയിച്ച് നമ്മിൽ നിന്ന് കടന്നുപോയ ബഹുമാനപ്പെട്ട സഈദ് ഉസ്താദ് അവറുകളുടെ ആണ്ടിൻ്റെ മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതം അവരുടെ മരണം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, അവരുടെ പ്രബോധനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും സമൂഹത്തിന് ആവശ്യമായ ഇടപെടലുകളും അവരുടെ മരണശേഷവും അവരിലൂടെ, അവരുടെ നാമധേയങ്ങളിലൂടെ നടക്കുന്നതിൻ്റെ തെളിവാണ് നമ്മുടെ നാടുകളിലെല്ലാമുള്ള ഉറൂസുകൾ. അവർ അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കുകയും അതിലൂടെ ധാരാളം മനുഷ്യർക്ക് ഹിദായത്തിൻ്റെ ദർശനങ്ങളെ പരിചയപ്പെടുത്തുകയും ഒരുപാട് മനുഷ്യരുടെ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരം നൽകുകയും ഒക്കെ ചെയ്ത് ലോകത്തുനിന്ന് വിട പറഞ്ഞു. പിന്നീട് അവരുടെ നാമധേയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന വേദികളൊക്കെയും അവരിവിടെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെ അടയാളപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനും അതിൻ്റെ നിഷ്ഠകളും ചിട്ടകളും നിയമങ്ങളുമെല്ലാം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളും പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതകാലത്ത് അവരാഗ്രഹിച്ചിരുന്നത് എന്തായിരുന്നുവോ, അവരുടെ ജീവിതം കൊണ്ട് എന്താണോ ഇവിടെ കാഴ്ചവെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അതിനൊരു മുടക്കവും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവരുടെ നാമധേയത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീനാകുന്ന ലോകത്തിന്റെ സൃഷ്ടാവിനോട് അവർ അടുത്തു. അവരുടെ ജീവിതം പൂർണ്ണമായും അല്ലാഹുവിന്റെ ദീനിനും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കുമെല്ലാം അവർ സമർപ്പിച്ചു. അവരോടുകൂടി ആ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നിലച്ചു പോയിട്ടില്ല. മഹാരഥന്മാരായ മുൻഗാമികളുടെ ഒക്കെയും ജീവിതം അങ്ങനെയാണല്ലോ. അള്ളാഹുവിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ ധാരാളം അനുസ്മരിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. അള്ളാഹുവിന്റെ മാസമാണിത്. അതോടൊപ്പം തന്നെ മഹാന്മാരായ വലിയ പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സച്ചരിതരായ പലരും വിട പറഞ്ഞ മാസമാണ്. മഹാനരായ സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞത് ഈ മാസത്തിലാണ്. മഹാനരായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞത് ഈ മാസത്തിലാണ്. നമ്മുടെ എല്ലാം മദ്ഹബിന്റെ ഇമാം, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഈ ഭൂമി ലോകത്തെ വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖുറൈശിയായ പണ്ഡിതന്റെ പുലർച്ച കണ്ട സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുന നവവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു,
അങ്ങനെ വലിയ വരിഷ്ഠരായ വ്യക്തിത്വങ്ങൾ പലരും വിട പറഞ്ഞ മാസമാണ് പരിശുദ്ധമായ റജബ്. അള്ളാഹു അവരുടെ മദദ് നമ്മൾക്ക് നൽകുമാറാകട്ടെ, അവരുടെ ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാന്മാരായ അവരുടെ ജീവിതം, ആ ജീവിതങ്ങളുടെ എല്ലാം ബാക്കി നോക്കൂ. അവരുടെ ജീവിതം ഇവിടെ നിന്ന് അവസാനിപ്പിച്ചു പോയപ്പോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനിയൊരു വർത്തമാനമില്ലാത്ത തരത്തിൽ കടന്നുപോയവരല്ല. അവരുടെ ജീവിതത്തിന്റെ ബാക്കി അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച, ഇൽമിന്റെ അഹ്ലുകാരായിരുന്ന ആളുകൾ ആ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരുണ്യം ചൊരിഞ്ഞവരുടെ ആളുകൾ ആ വഴിയിലേക്ക് ജനങ്ങൾക്ക് കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദൂരതയിൽ നിന്ന് ഇവിടെ വന്ന് സംഭാഷണം നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം വേദികളിലേക്ക് വരാൻ ആലിമീങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യായുസ് മുഴുവൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രബോധനം ചെയ്ത ഒരു മനുഷ്യന്റെ ഓർമ്മകളും അവരിലൂടെ നിലനിൽക്കുന്ന ദീനിന്റെ ചൈതന്യവുമൊക്കെയാണ്. അതിന്റെ തുടർച്ചയുണ്ടാകണമെന്ന ആഗ്രഹം കൊണ്ടാണ് മലബാറിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനങ്ങളും ആത്മീയമായ ചലനങ്ങൾക്കും നേതൃത്വം നൽകിയ ബഹുവന്യരായ ഉസ്താദ് അവരുടെ ഉറൂസിൽ ദൂരെ നിന്നുള്ള ആലിമീങ്ങൾ വന്നു ചേരുന്നതും അവരുടെ സംഭാഷണങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അടയാളപ്പെടുത്തുന്ന സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പരിശുദ്ധമായ റജബ് മാസം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, റജബ് 24 സയ്യിദുനാ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് വിട പറഞ്ഞ മാസമാണ്. ശാഫിഈ മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളേറെ കടപ്പെട്ടിരിക്കുന്ന ഇമാമീങ്ങളിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട ഇമാമുന നവവി റളിയല്ലാഹു അൻഹു. വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നത്. പക്ഷേ ആ കാലം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനവർ ചെയ്ത സേവനം എത്രയോ വലുതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ കർമ്മശാസ്ത്ര രംഗങ്ങളിൽ അവരുടെ തൂലികകൾ സമ്മാനിച്ചതെത്രയാണ്. പരിശുദ്ധമായ ദീനിനവരുടെ ആയുസ് കൊണ്ട് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ എത്രയാണ്. സയ്യിദുനാ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ മിസ്റിലേക്ക് വരികയാണ്. എന്തിനാണ് വരുന്നതെന്നറിയുമോ? സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാനാണ്. ശാഫിഈ ഇമാം തങ്ങളുടെ പ്രൗഢമായ ഖുബ്ബയുടെ ചാരത്ത് വരാനാണ്. അതേ, ശാഫിഈ ഇമാം തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ട് അവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കാൻ മിസ്റിലേക്ക് വരികയാണ്. സയ്യിദുനാ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു. ആ നേരത്തോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് അവർ വരുമ്പോ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ആ ഖുബ്ബ കാണുന്ന സ്ഥലത്തെത്തുന്ന നേരത്ത് വിദൂരതയിൽ നിന്ന് നോക്കിയാൽ ശാഫിഈ ഇമാം തങ്ങളുടെ ഖുബ്ബ കാണാം. ആ ഖുബ്ബ കാണുന്ന നേരത്ത് തന്റെ ഒട്ടകപ്പുറത്തു നിന്ന് വാഹനത്തിന്റെ മേലെ നിന്ന് താഴേക്കിറങ്ങി. ഉടനെ ചോദ്യം വന്നു, അല്ലയോ ഇമാം നവവി തങ്ങളെ, അങ്ങെന്തിനാണ് ഒട്ടകത്തിന്റെ മേലെ നിന്ന് താഴേക്കിറങ്ങിയത്? അങ്ങ് വന്ന വാഹനത്തിന്റെ മേലെ നിന്ന് താഴേക്കിറങ്ങാനുള്ള ചിന്ത എന്താണ്? അവിടുന്ന് വാഹനപ്പുറമേറി വരികയല്ലയോ? ഇവിടെ ഇതാ മഖാമിന്റെ ചാരത്ത് വന്നിറങ്ങുകയല്ലയോ? ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനം വരികയാണ്. അറിയുമോ, ഞാൻ ആരെയാണ് സിയാറത്ത് ചെയ്യാൻ വന്നത്? മദ്ഹബിന്റെ ഇമാം ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ പരമ്പരയിൽ ജനിച്ച, വിജ്ഞാനം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച മഹാൻ
ഇമാമുന ശാഫിഈ തങ്ങളുടെ അരികിലല്ലയോ ഞാൻ വന്നത്? ആ മഖാമിന്റെ ചാരത്തെത്തുന്ന നേരത്ത് എനിക്കെങ്ങനെയാണ് എൻ്റെ വാഹനത്തിൽ ഇരിക്കാൻ കഴിയുന്നത്? ആ ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളെ അവിടുത്തെ അഗാധമായ വൈജ്ഞാനിക തലങ്ങളാൽ അല്ലാഹുവിൻ്റെ ദീനിനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ നിർവചിച്ചവതരിപ്പിച്ച ഇമാമുന ശാഫിഈ തങ്ങളെന്ന നേതാവ് അവരവിടെ കിടക്കുന്നില്ലയോ? അവരുടെ അരികിലേക്ക് വാഹനമേറി വരാൻ എനിക്ക് കഴിയുകയില്ല. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ശാഫിഈ ഇമാം തങ്ങളെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശാഫിഈ ഇമാം തങ്ങളെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഇത്ര ദൂരത്തു നിന്ന് വാഹനമിറങ്ങിയിട്ട് ഭവ്യതയോടുകൂടിയല്ലാതെ ഞാൻ അവിടുത്തെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് ചെല്ലുമായിരുന്നില്ല. അവര് ജീവിച്ചിരുന്നപ്പോഴെങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെയാണ്. അതേ ശാഫിഈ ഇമാം തങ്ങളുടെ മഖാം സിയാറത്ത് ചെയ്യാൻ വരുമ്പോ ദൂരത്ത് വാഹനമിറങ്ങിയിട്ട് കാൽനടയായി അതബോടെ നടന്നു വന്നു ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷമാക്കി നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം എത്രയോ മനോഹരമായ അധ്യാപനങ്ങളുള്ള ജീവിതമാണ്, എത്രയോ അദബ് നിറഞ്ഞ ജീവിതമാണ്. നമ്മുടെ മഹാരഥന്മാരായ മുൻഗാമികളുടെ ഉറൂസുകൾ സംഘടിപ്പിക്കുന്ന ഇടങ്ങളിൽ അതിനോട് ചേർന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിയാറത്തുകൾക്ക് നമ്മൾ വന്നു ചേരാറില്ലയോ? ആ നേരത്ത് അദബ് പാലിക്കണേ. അവര് ജീവിച്ചിരുന്നപ്പോഴെങ്ങനെ ആയിരുന്നോ അതുപോലെ അവരെ പരിഗണിക്കണേ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. ഉറൂസുകൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ മുൻഗാമികളുടെ ഓർമ്മകൾ, സ്മരണകൾ, ആണ്ടുകൾ, അവയോടനുബന്ധിച്ച് നടക്കേണ്ട പ്രവർത്തനം അള്ളാഹുവിന്റെ ദീനിനെ ബലപ്പെടുത്താനുള്ള പ്രവർത്തനമാണ്. അള്ളാഹുവിന്റെ ദീനിന് ഉപകാരമുള്ള പ്രവർത്തനമാണ്. ജനങ്ങളുടെ ഖൽബിൽ ഈമാൻ നിലനിൽക്കാനുള്ള പ്രവർത്തനമാണ്. അതിനപ്പുറം മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളിലേക്ക് പോകല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന രക്ഷിതാവിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാന്മാരുടെ ഉറൂസുകളിൽ അനാചാരങ്ങൾ വേണ്ട, മോശത്തരങ്ങൾ വേണ്ട. ഉറൂസിന് വന്നിട്ട് പലരും പലതരത്തിലുള്ള എന്റർടൈൻമെന്റുകളിൽ കറങ്ങി നടക്കുന്ന കാലാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ല വലിയ ഉറൂസുകൾ മഹാരഥന്മാരുടേത് പലതും നടക്കുന്നുണ്ട്. അവിടെ വരുന്നവരിൽ പലരും വരുന്നത് അവിടെയുള്ള എന്റർടൈൻമെന്റുകൾ അനുഭവിക്കാനാണ്. ഐസ് വാങ്ങി തിന്നാനാണെങ്കിൽ അങ്ങാടിയിൽ വേറെ എവിടെ നിന്ന് തിന്നാ പോരെ? മഹാന്മാരുടെ സവിധത്തിൽ നടക്കുന്ന ഉറൂസിലേക്ക് വരണോ? കുലിക്ക് സർബത്ത് കുടിക്കാനാണെങ്കിൽ വേറെ എവിടെങ്കിലും പോയാൽ പോരെ? ചായ കുടിക്കാനാണെങ്കിൽ വേറെ എവിടെങ്കിലും പോയാൽ പോരെ? ഉറൂസ് ആകുന്നതോടുകൂടി അതിനനുബന്ധമായി കടകളൊക്കെ നടത്തുന്ന ആളുകളാണ്. എന്തിനാണ് ഉറൂസിന് വയലൊക്കെ കേൾക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു ചായ കുടിക്കുക, അല്ലാതെ ചായ കുടിക്കുക കൂട്ടത്തിലൊരു വയലും കേൾക്കുക, അങ്ങനല്ല. വരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ, ചിലപ്പോൾ ഉറൂസ് കഴിഞ്ഞ് വയൽ കഴിഞ്ഞ് പോകുമ്പോൾ ലേറ്റ് ആയാലൊരു ഭക്ഷണം വാങ്ങി പോകണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയാണ് അത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനപ്പുറം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, അവര് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരിക്കോ? ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് അവിടുന്ന് വഫാത്തായി കിടക്കുന്ന ഇടത്തേക്ക് വരുന്നത്. കാലം എത്ര കഴിഞ്ഞിട്ടാ വരുന്നത്? കാലം എത്രയോ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ അദബത്ര വലുതാണ്. ബഹുമാനപ്പെട്ടവർ ശാഫിഈ ഫിഖ്ഹിൽ അഗാധ ജ്ഞാനമുള്ള ഇമാം, മദ്ഹബിന്റെ രണ്ടാമത്തെ ശാഫിഈ തങ്ങളെന്ന് പേരുകേട്ട ഇമാം, ഒരിക്കൽ ഒരാളോട് തർക്കിക്കുകയാണ്. തർക്കിക്കുമ്പോ അവിടുന്ന് മൗനിയായി മാറി.
ഉത്തരം പറയാതെ മൗനിയായി മാറി. ഉടനെ ചോദ്യം വന്നു, ഇമാം നവവി തങ്ങളെ, നിങ്ങൾ ഇതേ വിഷയം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥമെഴുതിയിട്ടില്ലയോ? നിങ്ങൾ ഇതേ കാര്യം പറഞ്ഞിട്ട് ഗ്രന്ഥമെഴുതിയിട്ടില്ലയോ? ആ മനുഷ്യൻ പറഞ്ഞപ്പോ നിങ്ങൾ എങ്ങനെയാണ് മിണ്ടാതിരുന്നത്, മൗനിയായി നിന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് മറുപടി പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ വർത്തമാനം നിങ്ങൾ കേട്ടില്ലയോ? ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് തങ്ങൾ എന്ന മദ്ഹബിന്റെ ഇമാമിൽ നിന്നല്ലയോ ഉദ്ധരിക്കുന്നത്? അൻ മാലിക് ബിൻ അനസ് എന്നല്ലയോ അവര് പറഞ്ഞത്? ആരാണ് ഈ മാലിക് ബിൻ അനസ്? എന്റെ ഉസ്താദായ എന്റെ ഗുരുവര്യരുടെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ശാഫിഈ ഇമാം തങ്ങളുടെ ഉസ്താദല്ലയോ? അവരുടെ പേര് പറഞ്ഞതിന്റെ പേരില് ഞാൻ ഒരാളോട് തർക്കിക്കുന്നത് എങ്ങനെയാണ്? ശാഫിഈ ഇമാം തങ്ങൾ എൻ്റെ നേതാവാണ്. അവിടുത്തെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ ബാക്കിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അയാൾ പറഞ്ഞ വർത്തമാനം അൻ മാലിക് ബിൻ അനസ് എന്നല്ലയോ? ബഹുമാനപ്പെട്ട മാലിക് തങ്ങളുടെ പേരല്ലയോ പറഞ്ഞത്? മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? അവര് ശാഫിഈ ഇമാം തങ്ങളുടെ ഉസ്താദല്ലയോ? ബഹുമാനപ്പെട്ടവരെ പറഞ്ഞപ്പോ അദബ് കൊണ്ട് മിണ്ടാതിരുന്നതാണ്, മറുപടിയില്ലാഞ്ഞിട്ട് മിണ്ടാതിരുന്നതല്ലെന്ന് സയ്യിദുനാ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഈ അദബും ഗുരുത്വവും നമ്മൾ മുൻഗാമികളോടെപ്പോഴും കാണിക്കേണ്ടവരാണ്. നമ്മെക്കാൾ വിജ്ഞാനത്തിൽ മുന്നേ നടന്നവർ, ആത്മീയതയിൽ മുന്നേ നടന്നവർ, അള്ളാഹുവിന്റെ ദീനിന് മുന്നേ പ്രബോധനം ചെയ്തവർ, അവരോട് നമ്മൾ എപ്പോഴും വലിയ വലിയ ആദരവ് സൂക്ഷിക്കേണ്ടവരാണ്. അവരുടെ മസാറുകളോ പരിശുദ്ധമായ റജബിന്റെ രാത്രിയിലല്ലയോ നമ്മൾ ഇരിക്കുന്നത്? ഇതുപോലൊരു റജബിന്റെ രാത്രിയിലല്ലയോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ ഉണ്ടാകുന്നത്, മിഅ്റാജ് ഉണ്ടാകുന്നത്? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി ചൊല്ല് മൗലായ സല്ലി വസല്ലം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഉമ്മുഹാനിന്റെ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയാന്തരങ്ങളിൽ പ്രയാസം നിറഞ്ഞു നിന്ന നേരമാണത്. കാരണം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പിതൃവ്യര് മഹാനായ അബൂ താലിബ് വിട പറഞ്ഞ വർഷമാണത്. അവിടുത്തെ ഹൃദയത്തിന്റെ പാതിയായിരുന്ന, അവിടുത്തെ ഹബീബത്തായിരുന്ന, ഹുബാബത്തായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ വർഷമാണത്. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് സങ്കടങ്ങൾ അനുഭവിച്ച വർഷമാണ്. ആമുൽ ഹുസ്ൻ എന്നാണ് ആ കൊല്ലത്തിന് പേരുള്ളത്. നബൂവത്ത് കിട്ടിയിട്ട് 10ാമത്തെ വർഷമാണത്. ആ കൊല്ലത്തിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രണ്ട് ആളുകളുടെ വിടവാങ്ങൽ കാരണം ഹൃദയം പൊള്ളി നിൽക്കുമ്പോഴാണ് ഈ ആശയവും കൊണ്ട് ഞാൻ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്താലോ? എന്റെ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമുണ്ട് സഖീഫില്, സഖീഫ് ഗോത്രം താമസിക്കുന്ന ഇടമുണ്ട് തായിഫില്. അങ്ങോട്ട് പോയാലോ അവരെന്നെ കൈനീട്ടി സ്വീകരിക്കുമെന്ന് കരുതിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് തായിഫിലേക്ക് നടക്കുകയാണ്. തായിഫിലേക്ക് ചെന്നിട്ട് അവരോട് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തന്റെ പ്രിയപ്പെട്ട കുടുംബം, തന്റെ പ്രിയപ്പെട്ട ചോര, തന്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ അവിടുന്ന് കയ്യേറ്റെടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് ചെല്ലുന്നത്. അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, അവിടുന്ന് നുബൂവത്തിനെ കുറിച്ച് പറയുന്നത്, അവിടുന്ന് റിസാലത്തിനെ കുറിച്ച് പറയുന്നത്. അവിടുന്ന് കിട്ടിയതെന്താണ്?
അവര് കല്ലെറിയുകയാണ്, അവര് കൂക്കി വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിയാൻ അങ്ങാടികളിലെ തെമ്മാടികളെ ഏൽപ്പിക്കുകയാണ്. ചെറിയ കുട്ടികൾ കല്ലുകളും കൊണ്ട് മുസ്തഫായ നബി തങ്ങളുടെ പിന്നാലെ വരികയാണ്. അവിടുത്തെ കദമിൽ വന്ന് പതിച്ച കല്ലു കാരണം അവിടുത്തെ കാല് പൊട്ടിയിട്ട് രക്തമൊലിക്കുകയാണ്. ഹബീബായ നബി തങ്ങള് പ്രയാസങ്ങളുടെ നൊമ്പരങ്ങളുടെ നേരത്താണ് കൂടെയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സാബിത്ത് തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ഹാരിസ തങ്ങള്. അല്ലാഹുവിന്റെ റസൂലിന്റെ സർവന്റ് ആയിരുന്നല്ലോ. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ നിന്ന് ഏറ്റുവാങ്ങിയവരാണ്. മുസ്തഫായ നബി തങ്ങളുടെ കാല് പൊട്ടിയിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. ത്വായിഫിന്റെ തെരുവോരങ്ങളിൽ നിന്ന് അതാ തീക്ഷ്ണമായ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും അനുഭവിക്കുന്ന വിവിധങ്ങളായ നൊമ്പരങ്ങളുടെ നടുത്തളത്തിലാണ് മുസ്തഫായ നബി തങ്ങൾ പെടയുന്ന നേരത്താണ് വിളിക്കുന്നത്, വരൂ വരൂ, പോകാം പോകാം പോകാം. എവിടെയാണ് ജിബ്രീൽ? എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ജിബ്രീൽ? അല്ലാഹുവിന്റെ അതിർപ്പങ്ങളിലേക്ക് വരൂ. അങ്ങയെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ കൽപ്പനയുണ്ട് നബിയെ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് വരാനാണ് കൽപ്പനയുള്ളത്. കയറുമോ? ബുറാഖിന്റെ മേലെയൊന്ന് കയറുമോ? ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നുള്ള യാത്ര തുടങ്ങുകയാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ റസൂൽ ആ രാത്രിയിൽ പോകുന്നത് എങ്ങോട്ടാണ്? അല്ലാഹു വിളിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ബുറാഖിന്റെ മേലെ ഏറി യാത്ര ചെയ്യുന്ന ഇടം എവിടെയാണ്? അല്ലാഹുവിന്റെ മഹാരഥന്മാരായ മുൻഗാമികളുടെ കാൽപാദങ്ങളും പാദമുദ്രകളും പതിഞ്ഞ ഇടം. അവരുടെ ജീവിതം നിറഞ്ഞു നിന്ന ഇടം ബൈത്തുൽ മുഖദ്ദസിന്റെ മനോഹരമായ പശ്ചാത്തലത്തിലേക്കാണ് യാത്ര തുടങ്ങുകയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്ര ചെയ്ത് കുറച്ചു ദൂരം പിന്നിടുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വർത്തമാനം, യാ റസൂലല്ലാഹ്, ഇവിടെയൊന്നിറങ്ങുമോ നബിയേ? ഇവിടെയൊന്നിറങ്ങുമോ നബിയേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങളുടെ ഖൽബ് വല്ലാതെ പ്രയാസത്തിലായിരുന്നു. അല്ലാഹു തുറന്നു കൊടുത്ത വഴി നോക്കൂ, അത് ഇസ്റാ ആണ്, മിഅ്റാജാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളുടെ ലോകമാണ്. നമ്മുടെ മനസ്സിലും പലതരത്തിലുള്ള പ്രയാസങ്ങളില്ലയോ, സങ്കടങ്ങളില്ലയോ, വിഷമങ്ങളില്ലയോ? എങ്ങനെ പരിഹരിക്കുമെന്നറിയാത്ത വിഷമങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നില്ലയോ? പരിഹാരം തരാൻ ആരാണുള്ളത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ നമ്മൾ വിചാരിക്കാത്ത പരിഹാരത്തിന്റെ മാർഗങ്ങൾ തുറന്നു തരുന്നവനാണ്. നമ്മൾ കരുതുന്ന ചെറിയ വാതിലൊന്നുമല്ല, അല്ലാഹു തുറന്നു തരുന്ന വാതിൽ എത്രയോ വലുതാണ്. ഇസ്റാ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ട വാതിൽ എത്ര വലുതാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ശരീരവും ചെന്നു ചേർന്നിട്ടില്ലാത്ത അനുഭവങ്ങളുടെ, അനുഭൂതികളുടെ, അതൃപ്പങ്ങളുടെ വാതിൽ തുറന്നിട്ടിട്ടാണ് വിളിച്ചത്, വരൂ യാ റസൂലല്ലാഹ്. ദുനിയാവിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക്, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക്, ഏതെങ്കിലും പ്രയാസങ്ങളിൽ പെടുമ്പോഴേക്ക് തളർന്നു പോകല്ല. ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ ഇസ്റാഇന്റെ വാതിൽ തുറന്നിട്ട റബ്ബ് നമുക്കുമില്ലയോ? ഇന്നത്തെ കാലത്ത് എല്ലാവരും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം മാനസിക, ഹൃദയത്തിലുള്ള സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് മാനസികമായ ഇടുക്കം അനുഭവപ്പെടുന്ന ഒരു കാലത്താണ്. ജീവിക്കുന്നത് വലിയ വീടുകളിലാണ്, പക്ഷേ ഹൃദയങ്ങളിൽ ഇടുക്കം അനുഭവപ്പെടുന്നു. ടെൻഷൻ, ഡിപ്രഷൻ. ആരെ ചോദിച്ചാലും പറയും, ഉസ്താദേ ഡിപ്രഷൻ.
എന്തൊക്കെയോ സങ്കടങ്ങൾ ഉള്ളിൽ ഇങ്ങനെ നിറയാണ്. മെന്റൽ ഹെൽത്ത് മനുഷ്യൻ്റെത് കുറഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത്. നമ്മളൊക്കെ വിചാരിക്കുക ടെക്നോളജിയൊക്കെ വലുതായ കാലത്ത് മനുഷ്യനൊക്കെ വലിയ ഉയർച്ചയാണ് ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കും. ഈ അടുത്ത ദിവസം യുക്തിവാദികളിൽപ്പെട്ട ഒരാള് അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു, ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ടായി വരുന്ന കാലത്ത് നമ്മൾ വിചാരിക്കുക നമ്മുടെ മാനസികമായ ആരോഗ്യവും മെച്ചപ്പെട്ടു എന്നാണെങ്കിൽ തീർച്ചയായും ആ വിചാരം തെറ്റാണ്. പഴയ കാലത്ത് നമ്മുടെ വല്യപ്പമാരുടെ പകുതി മാനസിക ബലം ഇന്നത്തെ കാലത്ത് ആളുകൾക്കില്ല. പഴയ കാലത്തെ കുട്ടികളുടെ പകുതി മാനസിക ബലം ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. എന്നാൽ അവർ ജീവിക്കുന്നതോ കൈകൊണ്ട് ടച്ച് ചെയ്താൽ ഈ ലോകം മുഴുവനും കയ്യിൽ കിട്ടുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോഴും ക്ലാസ്സിൽ അധ്യാപകൻ തല്ലി എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കാലമാണ്. വാപ്പ വഴക്ക് പറഞ്ഞു എന്നതിന്റെ പേരില് വാപ്പ വഴക്ക് പറഞ്ഞു, ഉപ്പ വഴക്ക് പറഞ്ഞു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കാലമാണ്. പഴയ കാലത്തെയും ഇപ്പോഴത്തെയും മനുഷ്യരെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് പഠിച്ചു നോക്കൂ. മെന്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞു വരുന്ന കാലമാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ കാലത്താണ്. അധ്യാപകര് തല്ലിയതിന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഈ സദസ്സിൽ എത്ര ആൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു അല്ലേ? ഒരു ദിവസം ഞാൻ പത്രത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, സാർ അടിച്ചതിന്റെ പേരിൽ മരിക്കാനായിരുന്നേ ഞാനൊക്കെ എത്ര വട്ടം മരിക്കണമായിരുന്നു. ഉപ്പ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ എന്നേ ആത്മഹത്യ ചെയ്യണമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികളെ നിങ്ങൾ വേദനിപ്പിച്ചു നോക്കൂ, വിഷമിപ്പിച്ചു നോക്കൂ. അവരുടനെ തന്നെ കണ്ടെത്തുന്ന മാർഗം ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചു പോവാന്നുള്ളതാണ്. അതിന് താങ്ങാനുള്ള കരുത്ത് ആ കുട്ടികൾക്കില്ല. അവിടെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട പാഠം. അള്ളാഹു നമ്മുടെ മുന്നിൽ ചില വാതിലുകൾ തുറന്നിടും. നമ്മൾ വിചാരിക്കും ഇനിയൊരു വഴിയില്ല. അവിടെയാണ് വിശ്വാസിയും വിശ്വാസമില്ലാത്തവനും തമ്മിൽ വേർതിരിയുന്നത്. വിശ്വാസിയായ മനുഷ്യൻ എല്ലാ വാതിലടഞ്ഞാലും പിന്നെ ഒരു പ്രതീക്ഷയുടെ വാതിലുണ്ട്. അത് അല്ലാഹു റബ്ബുൽ ആലമീനാണ്. അവിശ്വാസിയായ, നാസ്തികനായ, ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദിയായ മനുഷ്യന്റെ മുന്നിൽ ഒറ്റ വാതിലേ ഉള്ളൂ. അതടഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾ രോഗിയാണ്, നിങ്ങൾ ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ മരണപ്പെടും എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. നിരീശ്വരവാദിയാണ്, നാസ്തികനാണ്, എത്തീസ്റ്റാണ്. അയാൾ ചിന്തിക്കുക പിന്നെന്താ, കഴിഞ്ഞു, എന്റെ മുമ്പിൽ ഇനി ജീവിതമില്ല, എന്റെ ജീവിതം കഴിഞ്ഞു, ഇനി ഇത്ര ദിവസങ്ങൾ കൂടിയുള്ളൂ. ഞാൻ എല്ലാമായി കണ്ടിരുന്ന മെഡിക്കൽ സാങ്കേതിക വിദ്യകളൊക്കെയും എന്നെ കൈവിട്ട് കഴിഞ്ഞു, ഇനി എനിക്ക് ജീവിക്കാനില്ല. എന്നാൽ നിങ്ങൾ വിശ്വാസിയായ ഒരു മനുഷ്യനോട് പറഞ്ഞു നോക്കൂ, അയാൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അയാളുടെ രോഗത്തിലും അയാൾക്ക് പ്രതിഫലം കിട്ടും. അയാൾ മരിച്ചാൽ പിന്നെയും ഒരു ജീവിതമുണ്ട് എന്ന വലിയൊരു പ്രതീക്ഷയുണ്ട്. ഏതു വാതിലടഞ്ഞാലും അടയാത്ത അല്ലാഹു എന്ന സൃഷ്ടാവിന്റെ വാതിലിൽ ഒരു വലിയ പ്രതീക്ഷ ബാക്കിയുണ്ട്. ആ പ്രതീക്ഷ മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോ അവന്റെ മനസ്സിനെപ്പോഴും വലിയ സ്വാന്തനമാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പ്രതിസന്ധികളാണ്. അബൂ താലിബ് ആരാണ്? സാമൂഹികപരമായി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഹബീബായ നബി തങ്ങളെ പ്രബോധനം ചെയ്യുന്ന നേരത്ത് പിന്തുണ കൊടുക്കാൻ പറ്റിയ നേതാവാണ്. ഖുറൈശികളിൽ പേര് കേട്ടയാളാണ്. ഹബീബായ നബി തങ്ങളെ ഞങ്ങൾക്ക് വിട്ടുതരൂ, പകരം ഞങ്ങളുടെ ഒരു കുട്ടിയെ നിങ്ങൾക്ക് തരാം, വളർത്തിക്കോ. മുസ്തഫായ നബി തങ്ങളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ഖുറൈശികളിലെ മക്കയിൽ ജീവിച്ചിരുന്ന വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളിലെ തലവന്മാര് പറയുന്ന നേരത്ത് അവരുടെ മുന്നിൽ എഴുന്നേറ്റു നിന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുട്ടിയെ ഞാൻ വളർത്തുകയും എന്റെ മുഹമ്മദിനെ നിങ്ങൾക്ക് വിട്ടുതരുകയും ചെയ്യുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അത് തീർച്ചയായും സാധ്യമല്ല, അതൊരിക്കലും ഉണ്ടാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, പ്രബോധനം ചെയ്തോ. ഏത് തരത്തിലുള്ള സാമൂഹിക അന്തരീക്ഷത്തെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളായിരുന്നു അബൂ താലിബ് എന്ന ചരിത്രം നമ്മളോട് പറയുകയാണ്. അതുപോലെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ, നൊമ്പരങ്ങളിലെല്ലാം ഓടി അണയാനുള്ള ഇടം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവിടുന്ന് എല്ലാ തരത്തിലും മുസ്തഫായ നബി തങ്ങൾക്ക് താങ്ങും തണലുമാണ്. അവരിരുവരും വിട പറഞ്ഞു.
പ്രതീക്ഷകളുടെ വാതിലടയുമ്പോഴാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അതുകൊണ്ടൊരു നിരാശയും മുഅ്മിനേ ഹൃദയത്തിൽ വേണ്ട, ഒരു സങ്കടവും വേണ്ട. അല്ലാഹു ആകുന്ന സൃഷ്ടാവിന്റെ വാതിലെപ്പോഴും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ടാകും. ആ സൃഷ്ടാവിന്റെ വാതിലടയുകയില്ല. അവൻ ഔദാര്യത്തിന്റെ റബ്ബാണ്. ആ പാതിരാവെന്തു പാതിരാവാണ്. നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എത്രയോ വലുതാണ്. സയ്യിദുനാ ജിബ്രീൽ പറയുകയാണ് അലൈഹിസ്സലാം, ഇവിടെ ഒന്നിറങ്ങു നബിയേ. ഉടനെ ചോദിച്ചു, ഇതേത് സ്ഥലമാണ് ജിബ്രീൽ? ഇതേത് സ്ഥലമാണ് ജിബ്രീൽ? ഓ പ്രവാചക പ്രഭോ, ഈ ഇടമാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് തൗറാത്ത് കിട്ടിയിടം. അല്ലാഹു തആല അവിടുത്തേക്ക് തൗറാത്ത് സമ്മാനിച്ച ഇടം ഇവിടെയാണ്. ഇന്നഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ, പരിശുദ്ധമായ താഴ്വാരയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഓ പ്രവാചകരെ, അങ്ങയുടെ വിശ്വാസമുണ്ടല്ലോ, അത് അങ്ങേക്ക് മാത്രം നൽകപ്പെട്ട വിശ്വാസമല്ല. അങ്ങയുടെ മുന്നെയും മഹാരഥന്മാരായ അമ്പിയാക്കൾ ഉണ്ടായിരുന്നു. അതിൽ വളരെ വലിയ പരീക്ഷണം അനുഭവിച്ച നേതാവാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. അവരുടെ ഇടം ഇവിടെയാണ്. അവർക്ക് തൗറാത്ത് കിട്ടിയത് ഇവിടെ നിന്നാണ്. അവരുടെ പ്രബോധനങ്ങളുടെ ആരംഭം ഇവിടെ നിന്നാണ്. അതേ, ഇവിടെയാണ് അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയത്. അള്ളാഹുവിനോട് സംസാരിച്ച ഇടം ഇവിടെയാണ്. നമുക്കൊന്നിറങ്ങിയാലോ, അവിടെയൊന്ന് സുജൂദ് ചെയ്താലോ? അള്ളാഹുവിന്റെ റസൂലിനെ ഹബീബായ നബി തങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തേക്ക് സുജൂദ് ചെയ്യാനുള്ള അവസരം നൽകുകയാണ്. വീണ്ടും യാത്ര തുടരുകയാണ്. രണ്ടാമതൊരിടത്തെത്തുമ്പോ പറഞ്ഞു, ഇറങ്ങണം നബിയേ. ഇതേത് സ്ഥലമാണെന്നറിയുമോ? ഇതാണ് നബിയുല്ലാഹി റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ജനിച്ച സ്ഥലം ബത്ലഹേം. ബഹുമാനപ്പെട്ടവർ ജനിച്ച ഇടം അവിടെയാണ്. അവിടെ ഒന്നിറങ്ങു നബിയെ. പരിശുദ്ധമായ ആ ജന്മം ലോകത്തെ അത്ഭുതങ്ങൾ നിറഞ്ഞ ജന്മമായിരുന്നല്ലോ. അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണല്ലോ അങ്ങയുടെ പ്രബോധനം ചെയ്യുന്നത്. അവിടുത്തെ ഉമ്മയെ മോശം പറഞ്ഞ ആളുകൾ, അവിടുത്തെ സംശയിച്ച ആളുകൾക്കെല്ലാമുള്ള മറുപടിയാണല്ലോ അങ്ങ് പറയുന്നത്. ഓ പ്രവാചക പ്രഭോ, ആ ഈസാ പ്രവാചകരുടെ സ്ഥലം ഇവിടെയാണ്. ഒന്നിറങ്ങുമോ? അല്ലാഹുവിനൊന്ന് സുജൂദ് ചെയ്യുമോ? മഹാനരായ നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നതെല്ലാം മുൻഗാമികളുടെ ജീവിത ചിത്രങ്ങൾ അടയാളപ്പെടുത്തിയ ഇടങ്ങളിലേക്കാണ്. മുൻഗാമികളുടെ തുടിപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിലേക്കാണ്. അവരുടെ ബറക്കത്തുകളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് അനുഗ്രഹങ്ങളുടെ സങ്കേതമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ചേരുന്നത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങളുടെ ചോദ്യം വരുന്നത്. ജിബ്രീൽ ആകാശവിതാനങ്ങളിൽ പാറിപ്പറന്ന് പറക്കുന്ന ബുറാഖിന്റെ മേലെ ഇരിക്കുന്ന നേരത്തും ഒരു സുഗന്ധം എന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടല്ലോ ജിബ്രീൽ. ആ സുഗന്ധമേതാണ് ജിബ്രീൽ? ആ സുഗന്ധമേതാണ് ജിബ്രീൽ? ഹബീബായ നബി തങ്ങൾ ഒരു സുഗന്ധത്തെ കുറിച്ച് ചോദിക്കുകയാണ്. അതെവിടെ നിന്നാണ് ജിബ്രീലേ അങ്ങനെ ഒരു സുഗന്ധം വരുന്നത്? എവിടെ നിന്നാണ് ജിബ്രീലേ അങ്ങനെ ഒരു സുഗന്ധം വരുന്നത്? അതെവിടെ നിന്നാണ്? മാ ഹാദിഹി റായിഹത്തു ത്വയ്യിബാ, ഈ സുഗന്ധം എവിടെ നിന്നാണ് ജിബ്രീൽ? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ
മറുപടി വരുന്നു, യാ റസൂലല്ലാ, അതൊരു ഖബറിൽ നിന്നാണ് നബിയേ, അതൊരു ഖബറിൽ നിന്നാണ് നബിയേ. ഒരു ഖബറിന്റെ സുഗന്ധമാണ് അങ്ങയുടെ ഹൃദയത്തിലേക്ക്, അങ്ങയുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്നത് നബിയേ. ആരുടെ ഖബറാണ്? ജിബ്രീൽ. സുഗന്ധം പൊഴിക്കുന്ന ഖബറാരുടേതാണ്? ജിബ്രീലേ. സുഗന്ധം വന്നുകൊണ്ടേയിരിക്കുന്നു, സുഗന്ധം ഹൃദയത്തിലേക്ക്, മൂക്കിലേക്ക്. ആ സുഗന്ധത്തിൽ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ അമ്പരപ്പിക്കുന്ന പരിമളം. ആ പരിമളത്തിന്റെ ഉറവിടം എവിടെയാണ്? ജിബ്രീൽ. അതൊരു ഖബറിൽ നിന്നാണ് നബിയേ. അതാരുടെ ഖബറാണ്? ജിബ്രീൽ. അത് ഫിർഔനിന്റെ കൊട്ടാരത്തിലെ ഫറോവയുടെ മകളുടെ തലമുടി ചീർപ്പിക്കൊടുക്കുന്നൊരു പെണ്ണുണ്ടായിരുന്നു നബിയെ. ഒരു മാഷിത്തയുണ്ടായിരുന്നു നബിയെ. അവളുടെയും അവളുടെ മക്കളുടെയും ഖബറിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നതെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. മഹാന്മാരുടെ മസാറുകൾ, ആ മസാറുകളുടെ സുഗന്ധം അവസാനിക്കുന്നതല്ല. കാലമെത്ര കഴിഞ്ഞാലും അവസാനിച്ചു പോകുന്ന സുഗന്ധമൊന്നുമല്ല അവരുടെ ജീവിതം. മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മാഷിത്തായുടെ ഖബറിന്റെ സുഗന്ധമല്ലയോ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിക്കുന്നത്? ആ സുഗന്ധം അങ്ങനെ തീർന്നു പോകുന്ന സുഗന്ധമല്ല. അവരുടെ പരിമളം അങ്ങനെ അവസാനിക്കുന്ന പരിമളമല്ല. അവരുടെ സഹായം അങ്ങനെ അവസാനിക്കുന്ന സഹായമല്ല. അവരുടെ ജീവിതം അങ്ങനെ വിസ്മൃതിയിലാകുന്ന ജീവിതവും അല്ല. എത്ര കാലം കഴിഞ്ഞു? സയ്യിദുനാ മൂസാ പ്രവാചകരുടെ കാലം കഴിഞ്ഞിട്ട് എത്ര നബിമാര് വന്നു? ആ നബിമാരുടെ ഒക്കെയും ശേഷവും ഹബീബായ നബി തങ്ങൾ എത്രയോ സ്പീഡിൽ യാത്ര ചെയ്യുകയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര അത് വളരെ പതുക്കെയുള്ള യാത്രയല്ല. സ്പീഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അത്രയും സ്പീഡിലും ആ പരിമളം ഉള്ളിലേക്ക് ചെല്ലണമെങ്കിൽ, വളരെ പതുക്കെ പോകുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തുകൂടി ഒരാൾ വളരെ സ്ലോവിലാണ് പോകുന്നതെങ്കിൽ അയാൾ അത് അനുഭവിക്കും. എന്നാൽ AC ഒക്കെ ഇട്ട് കാറ് നല്ല സെറ്റപ്പിൽ ഒരു 100-110 സ്പീഡിൽ അങ്ങോട്ട് പോയാൽ ആ ദുർഗന്ധം കിട്ടുമോ? ഇല്ലേ? നമ്മളെ മലയാളികളുടെ പരിപാടിയാണ്. ഉണ്ടോ ഇല്ലേ ചലന്ത് ഇങ്ങനെ നമ്മളെ ഈ വിദേശികളായ ആളുകൾ, അറബികളൊക്കെ കളിയാക്കുന്നു. ഒന്നുകിൽ നമ്മളെന്ത് ചെയ്യും എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വിളവന്മാരാണ്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ലാതെ. അപ്പൊ അങ്ങനെ പോയാൽ അത്രയും സ്പീഡിലാണ് പോകുന്നതെങ്കിൽ കിട്ടൂല. കാരണം അത്രയും സംവിധാനമുണ്ട്. ഇത്ര സ്പീഡിൽ ഒരാൾ അങ്ങ് പോയി, അപ്പോൾ ആ ദുർഗന്ധം കിട്ടിയാൽ തന്നെ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഇത് ഇത്രയേറെ സ്പീഡിൽ എത്രയോ മേലെ കൂടി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേക സംവിധാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ജിബ്രീലേ ഈ സുഗന്ധം എവിടെ നിന്നാണ്? അത് അള്ളാഹുവിന്റെ പ്രവാചകരെ, സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പെണ്ണ്, അവളുടെ പണി ഫറോവയുടെ മകളുടെ തല ചീർപ്പിക്കൊടുക്കലായിരുന്നു. ആ പെണ്ണിന്റെ സുഗന്ധമാണ് പ്രവാചകരെ ഈ വരുന്നത്. അവരെന്തായിരുന്നു? ജിബ്രീൽ, യാ റസൂലല്ലാഹ്, ഫറോവയാകുന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിലെ തൗഹീദ് അചഞ്ചലമായി പ്രഖ്യാപിച്ച പെണ്ണാണവൾ. അവൾ തോഴിയായിരുന്നെങ്കിലും അവളുടെ ഈമാനിന്റെ കടുപ്പം വലുതായിരുന്നു നബിയേ. ഒരിക്കൽ ഫറോവയുടെ മകളുടെ മുടി ഇങ്ങനെ ചീർപ്പുന്നതിന്റെ ഇടയിൽ, മുടി വാരി കൊടുക്കുന്നതിന്റെ ഇടയിൽ, ചീകുന്നതിന്റെ ഇടയിൽ ചീർപ്പ് കയ്യിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഉടനെ അവര് പറഞ്ഞു, ബിസ്മില്ലാ ബിസ്മില്ലാ. ഫറോവയുടെ മകള് ചോദിക്കുകയാണ് തിരിഞ്ഞിട്ട്, അല്ലയോ മാഷിത്ത, നീ ബിസ്മില്ലാ എന്നല്ലേ ചൊല്ലിയത്? നിനക്ക് വേറെ പടച്ചവനുണ്ടോ? നിനക്ക് വേറെ റബ്ബുണ്ടോ? നിനക്ക് വേറെ സൃഷ്ടാവുണ്ടോ? നീ വേറെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? എന്റെ വാപ്പയല്ലയോ ലോകത്തിന്റെ സൃഷ്ടാവ്? അന റബ്ബുകുമുൽ അഅ്ലാ.
ഞാനാണ് ഉന്നതനായ റബ്ബെന്നല്ലയോ അവൻ പറഞ്ഞിരുന്നത്. എൻ്റെ ഉപ്പയല്ലയോ സൃഷ്ടാവ്, എൻ്റെ ഉപ്പയല്ലയോ നിയന്ത്രിതാവ്, എൻ്റെ ഉപ്പയല്ലയോ ഇതെല്ലാം ചെയ്യുന്നയാൾ? ഉടനെ പറഞ്ഞു, അല്ല മോളെ, ഞാൻ ആരുടെ നാമമാണ് ഉച്ചരിച്ചതെന്നറിയുമോ? റബ്ബി വറബ്ബു അബീക്. ഓ പ്രിയപ്പെട്ട ഫറോവയുടെ മോളെ, എന്റെയും നിന്റെ വാപ്പയുടെയും റബ്ബുണ്ട് മോളെ. ആ പടച്ചവന്റെ പേരാണ് ഞാൻ പറഞ്ഞത് മോളെ. അല്ലാഹു ആകുന്ന സൃഷ്ടാവിനെ കുറിച്ചാണ് പറഞ്ഞത്, നിന്റെ ഉപ്പയെ കുറിച്ചല്ല. നിന്റെ ഉപ്പയ്ക്ക് അങ്ങനെ പടച്ചവനാകാനുള്ള അധികാരമൊന്നുമില്ല. മുഅ്മിനീങ്ങളുടെ വിശ്വാസം അല്ലാഹു ആകുന്ന സൃഷ്ടാവാണ്, എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം സംവിധാനിച്ചവൻ. അവന്റെ മേലെ ഒരധികാരവും ഇല്ല. ഒരു വലിയും പടച്ചവന്റെ സ്ഥാനമെത്തിക്കുന്നില്ല. ഒരു ഔലിയാക്കളും ഔലിയാക്കളിൽ പെട്ടവരും അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ടല്ലാതെ സഹായിക്കുന്നില്ല. എല്ലാ ഔലിയാക്കളും ഔലിയാക്കളായത് അല്ലാഹുവിലേക്ക് അടുപ്പം പ്രാപിച്ചപ്പോഴാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ജനങ്ങളെ വസ്വാസാക്കുന്ന കാലമാണ്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ, ഔലിയാക്കളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. പിലാങ്കട്ടയിൽ എൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയവരെ ആലോചിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു വലിയ പടച്ചവനാണെന്ന ചിന്ത നമ്മുടെ ആരുടെയെങ്കിലും കൽബിലുണ്ടോ? മൊഹീദ്ദീൻ ശൈഖ് തങ്ങൾ പടച്ചവനാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? റിഫായി ശൈഖ് തങ്ങൾ, ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ, ഉള്ളാളത്തെ സയ്യിദ് ശരീഫുൽ മദനി തങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മുന്നിൽ എത്രയാണ് മഹത്തുക്കളുള്ളത്. അവരെ ആരെയും നമ്മൾ കാണുന്നത് പടച്ചവനായിട്ടല്ല. ഒരു മുഅ്മിനായ മനുഷ്യനും അങ്ങനെ കാണില്ല. പറഞ്ഞിങ്ങനെ അടിച്ചേൽപ്പിക്കാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഔലിയാക്കളെയൊക്കെ പടച്ചവനാക്കുന്നു. ഔലിയാക്കളായത് അള്ളാഹുവിനോട് അടുത്തപ്പോഴാണ് എന്നുള്ള തികഞ്ഞ വിശ്വാസം മുഅ്മിനീങ്ങളുടെയൊക്കെ കൽബിലുണ്ട്. വേറെ ചില ആളുകൾ പറയും, കണ്ടില്ലേ അള്ളാഹുവിന്റെ അധികാരമൊക്കെ പല ഔലിയാക്കൾക്ക് അവർ കൊടുക്കുന്നു എന്ന് പറയും. അതും തെറ്റാണ്. ഏതുപോലെ ഒരാള് പറയാണ്, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ട് നല്ല ബന്ധമുള്ള ആള് പറയാണ്, പഞ്ചായത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും ഇപ്പൊ ഞാൻ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പഞ്ചായത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും ഞാൻ വിചാരിക്കണം എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നല്ല, പഞ്ചായത്ത് മുഴുവൻ അയാളുടെ കയ്യിലാണെന്നല്ല, മറിച്ച് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളുമായിട്ട് ഇയാളുടെ ബന്ധം അത്ര വലുതാണ്. പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളുമായി ഇയാളുടെ ബന്ധം അത്ര വലുതാണ്. അപ്പോഴാണ് നമ്മൾ പറയില്ലേ, ഈ പോലീസൊക്കെ നമ്മളെ കീഴിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഈ നിയമ സംവിധാനങ്ങളൊക്കെ നമ്മൾ പറയും പോലെ ഇനിയിപ്പോ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവരതിന്റെ ആളുകളാണ് എന്നല്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് നടക്കുന്നു എന്നല്ല, മറിച്ച് അവർക്ക് അധികാരത്തിലുള്ളവരുമായുള്ള ബന്ധം അത്രയും ദൃഢമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹുവുമായിട്ടാണ് ഏറ്റവും അധികം ബന്ധമുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരിലൂടെ എത്രയോ കാര്യങ്ങൾ നടത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു ആകുന്ന സൃഷ്ടാവിനെ കുറിച്ചാണ് മാഷിത്ത പറഞ്ഞത്, റബ്ബി വറബ്ബു അബീക്. ആ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുന്ന ഉടനെ വിവരം ഫറോവയുടെ കാതിലെത്തുകയാണ്. ഫിർഔൻ വിളിക്കുകയാണ്, വരൂ. ഫറോവയുടെ മുന്നിലേക്ക് അവരെ ഹാജരാക്കുകയാണ്. അവരാരാണ്? വെറും ഒരു ചീർപ്പുന്ന വീടിന്റെ ഉള്ളിൽ സെർവന്റായി പണിയെടുക്കുന്ന ഒരു പെണ്ണ്. മറുഭാഗത്ത് ആരാണ്? ഞാനാണ് പടച്ചവനെന്ന് പറയുന്ന സ്വർണ്ണക്കട്ടിലുകളിൽ വിരാജിക്കുന്ന എല്ലാ അധികാരങ്ങളുമുള്ള രാജാവ് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, പെണ്ണേ, നിനക്ക് വേറെ രക്ഷിതാവുണ്ടോ? നിനക്ക് വേറെ പടച്ചവനുണ്ടോ? ഒന്നുമില്ല, ഉടുക്കാനൊരു നല്ല വസ്ത്രമില്ലാത്ത ഒരു വീടിന്റെ പിൻഭാഗത്ത് ജോലി ചെയ്യുന്ന പിന്നാമ്പുറത്ത് കഴിയുന്ന ഒരു പെണ്ണ് ആരോടാണ് അധികാരത്തിൽ വെല്ലുവിളിക്കുന്നത്? ഫറോവയാകുന്ന ലോകം കണ്ട ക്രൂരനായ ഭരണാധികാരിയോടാണ്. ആ ഭരണാധികാരിയുടെ മുന്നിൽ നിന്നിട്ടാണ് പറയുന്നത്, അതേ അല്ലാഹു റബ്ബി
അത് കേൾക്കുമ്പോ ഫറോവ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശിക്ഷിക്കും, ഞാൻ നിന്നെ ഇല്ലായ്മ ചെയ്യും, ഞാൻ നിന്നെ വേണ്ട പോലെ ഏതെല്ലാം വിധേന നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ അതുപോലെയെല്ലാം നിന്നെ ദ്രോഹിക്കുമെന്ന് പറയുമ്പോഴും അവര് വിളിച്ചു പറഞ്ഞു, അല്ലാഹു റബ്ബി. ഒരു വലിയ പാത്രം കൊണ്ടുവരൂ, ആ പാത്രത്തിൽ നല്ല എണ്ണ തിളപ്പിക്കൂ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഹബീബായ നബി തങ്ങൾ ആ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വലിയ പാത്രത്തിലെ എണ്ണ തിളച്ച് തൂവട്ടെ. അവിടേക്ക് കൊണ്ടുവരുന്നത് ആരെയാണ്? മാഷിത്തായുടെ മക്കളെയാണ്. മക്കളിങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്, പിഞ്ചോമന മക്കൾ. ആ മക്കളുടെ മുന്നിൽ നിൽക്കുമ്പോ ഫിർഔനിന്റെ അവസാനത്തെ അടവാണ്, പെണ്ണേ ദീനിൽ നിന്ന് മടങ്ങിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് മുന്നേ ഈ ഓരോ കുഞ്ഞിനെയും ഞാൻ ഈ എണ്ണയിലേക്ക് വലിച്ചെറിയും, ഓരോരുത്തരെയും ഞാൻ തിളച്ച എണ്ണയിലേക്ക് മുക്കിക്കളയും. എന്തു പറയാനുണ്ട്? അധികാരിയുടെ മുന്നിൽ നിന്ന് അജഞ്ചലയായി വിളിച്ചു പറഞ്ഞു, അല്ലാഹു റബ്ബി റളീതു ബില്ലാഹ്. അല്ലാഹു ആകുന്ന സൃഷ്ടാവിനെ അവർ മുറുകെ പിടിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠം, നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഈമാനിന്റെ പാഠം. ദുനിയാവിന്റെ എല്ലാ അധികാരങ്ങളോടും അള്ളാഹുവിനെ മുൻനിർത്തി കലഹിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ജീവിത പാഠം തരുന്നത് എത്രയോ പ്രൗഢിയുള്ള ആശയമാണ്. അവര് ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ കുലുങ്ങിപ്പോകുന്നില്ല, ഈമാൻ വിട്ടുകളയുന്നില്ല. നമ്മൾ ജീവിക്കുന്ന കാലമോ രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫിറാകുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫിറാകുന്ന കാലം വരും. ഇസ്ലാമിനെ വലിച്ചെറിയുന്ന ജനങ്ങളുടെ കാലത്ത് നമ്മളുള്ളത്. അതിനർത്ഥം ഇസ്ലാമിനെ ജനങ്ങൾ കൈയൊഴിഞ്ഞാൽ ഇസ്ലാമിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവും? ഒരു നഷ്ടം ഉണ്ടാവില്ല. ഇസ്ലാമിനെ കൈയൊഴിയുന്നത് കൊണ്ട് ഇസ്ലാമിനൊരു നഷ്ടവും എവിടെയും സംഭവിച്ച ചരിത്രവുമില്ല. നഷ്ടം നമുക്ക് തന്നെയാണ്. ഇസ്ലാമിനെ കൈയൊഴിയുന്നവർ കേട്ടിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഈമാനിന്റെ പാഠങ്ങളാണ് ഇസ്രാഇന്റെ രാത്രി നമ്മളോട് സംസാരിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വലിച്ചെറിയുന്ന ആളുകളുണ്ട്. കേരളത്തിൽ ഈ അടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു വനിതാ സ്ഥാനാർത്ഥി തന്റെ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നാൽ ഇലക്ഷന് റിസൾട്ട് വരട്ടെ, എണ്ണീട്ട് പോകാമെന്നൊന്നും വിചാരിച്ചില്ല. നേരത്തെ തന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടതാണ്, ഒരു മൊഫ്തയൊക്കെ ഇട്ട അല്ലേ, പിന്നൊക്കെ കുത്തിയ ഒരു താത്ത ഒരാളുടെ കൂടെ എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. അങ്ങനെ എത്രയാണ് ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നത്? എത്ര പേരുടെ ചരിത്രമാണ് വായിക്കുന്നത്? എത്ര വീട്ടമ്മമാരാണ്? എടുത്ത സമയത്തല്ലേ കണ്ണൂർ ജില്ലയിൽ നിന്ന് വീട്ടിൽ പണിക്ക് വന്ന ബംഗാളിയുടെ കൂടെ ഒരു മുസ്ലിം താത്ത ഇറങ്ങിപ്പോയി. വീട്ടിൽ പണിക്ക് വന്ന ബംഗാളിയുടെ കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരവിടുന്ന് കഷ്ടപ്പാടൊക്കെ സഹിക്കാൻ വയ്യാതാണ് ഇവിടോട്ട് പണിക്ക് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് താത്തമാർ അവരുടെ കൂടെ അങ്ങോട്ട് പോവാ. ഇവിടെ ഉള്ള ആളുകൾക്ക് പോലും ഇപ്പൊ കല്യാണം ശരിയായി നടക്കുന്നില്ല എന്നുള്ള പരാതിയുള്ള കാലത്താണ് ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വരെ ആളുകൾ കൊഴിഞ്ഞു പോകുന്ന നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ വലിച്ചെറിയുന്നു. ഒരു ഭാഗത്ത് ഫിർഔൻ, അവന്റെ സൈന്യം, അവന്റെ ആയുധങ്ങൾ, തിളച്ചുമറിയുന്ന എണ്ണ, അതിന്റെ നടുത്തളത്തിൽ നിന്റെ റബ്ബാരാൻ? അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി. അതിൽ എനിക്കൊരു വ്യത്യാസവും ഇല്ല. എന്റെ ആശയം ഇതാണ്, അല്ലാഹു മതിയായവൻ, റളീതു ബില്ലാഹി റബ്ബ, ഞാൻ ആ റബ്ബിനെ തൃപ്തിപ്പെടുന്നു. അതാകണം മുസ്ലിമായ മനുഷ്യന്റെ ആശയം, മുസ്ലിമത്തായ പെണ്ണിന്റെ ആശയം. എല്ലാ ഹറാമുകൾക്കും തുള്ളാൻ ഇറങ്ങേണ്ടവളല്ല മുസ്ലിം സ്ത്രീ എന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണം. കാസർഗോഡ് സിനിമാ പാട്ടുകാരൻ പാട്ടുപാടാൻ വന്നപ്പോ തുള്ളാൻ ഇറങ്ങിയത് ഈ ഉമ്മത്തിലെ പെണ്ണുങ്ങളല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പോയതൊക്കെ ആരാ? പർദ്ദയിട്ടുകൊണ്ട് നിസ്സാരമായ ഒരു അല്പസമയത്തെ കേൾവി ശ്രവണ സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അധിക്കരിച്ചിറങ്ങിപ്പോയതാരാ? എത്രയോ ഉറൂസുകളും പ്രഭാഷണങ്ങളും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം ആരുടെയൊക്കെയോ പാട്ട് കേൾക്കാൻ വേണ്ടി പോയി. ചില ആളുകൾക്ക് അടിയും കിട്ടിയെന്ന് പറയുന്നത് പോലീസിന്റെ ഇല്ലേ, അത് മലക്കൾ അവിടുന്ന് തല്ലാൻ വെച്ചത് ഇവിടുന്ന് കുറച്ച് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി.
മലക്കുകൾ അവിടുന്ന് തല്ലാൻ വിചാരിച്ചത് കുറച്ച് ഇവിടുന്ന് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പർദ്ദ ഇട്ടുകൊണ്ട് ഹറാമായ പാട്ടിന് കൂക്കി വിളിക്കുന്നവരുടെ കാലം, കൈ ഉയർത്തിയിട്ട് അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരുടെ കാലം. പഠിച്ചു വെച്ചോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആശയത്തെ ഒരു അധികാരിയുടെ മുന്നിലും പണയം വെക്കുകയില്ല. നിനക്കെന്റെ മക്കളെ കൊന്നുകളയാം, പക്ഷേ ഞാൻ മാറ്റി പറയുകയില്ല. അല്ലാഹു റബ്ബി റളിതു ബില്ലാഹി റബ്ബാ. ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്, ഇതാണ് ആശയം. ഈ ആശയത്തിൽ അടിയുറച്ചു നിൽക്കൂ. അള്ളാഹു ആകുന്ന രക്ഷിതാവിൽ അടിയുറച്ച് ഈമാനോടെ നിൽക്കൂ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളൊരാശയത്തിൽ ജീവിക്കുന്നവരാണ്. ആ ആശയത്തിൽ ഒരു പോറല് പോലും ഏൽക്കാതെ ജീവിക്കേണ്ടത്, ആശയം മുഴുവനും മുറുകെ പിടിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഈ ദീനിൽ തൃപ്തയല്ലെന്നാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. അള്ളാഹുവിന്റെ റസൂൽ അവതരിപ്പിച്ച ഈ ദീനിന്റെ നിയമങ്ങളിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീനിൽ എനിക്ക് വലിയ താല്പര്യമില്ല. റബ്ബായിട്ട് ഞാൻ എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുന്നില്ല. അവൻ പറഞ്ഞ നിയമങ്ങളെ അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതല്ലേ ഈമാനിൽ നിന്നുള്ള മടക്കമെന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കൂ, ആ ഹറാമുകളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ചേർത്തു കൊടുക്കേണ്ട ചരിത്രമാണ്. ഓരോ മക്കളെയും എണ്ണയിൽ മുക്കി മുക്കിയെടുക്കുന്ന സമയം, അവരുടെ ജീവൻ പൊലിയുന്ന സമയം, മാഷിത്തായുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണ്. ഫിർഔൻ ചോദിച്ചു, മാറ്റമുണ്ടോ? നമുക്കൊക്കെ കുഞ്ഞു മക്കളില്ലയോ? ചെറിയ മക്കൾ നമ്മുടെ കൈകളിലില്ലയോ? ആ മക്കള് നമ്മുടെ മുന്നിൽ കൊല്ലപ്പെടുന്ന രംഗം വന്നാലോ? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ അടുത്ത സമയത്തല്ലേ അബുദാബിയിൽ അപകടത്തിൽ 4 പിഞ്ചോമന മക്കൾ മരണപ്പെട്ടത്? ആ മക്കളുടെ ചിത്രം കണ്ട് നമ്മളൊക്കെ തേങ്ങിയില്ലേ? അവരാരും നമ്മുടെ മക്കളല്ല, നമ്മുടെ സഹോദരങ്ങളുടെ മക്കളല്ല. പക്ഷേ ആ കുഞ്ഞോമന മക്കളുടെ രംഗം കണ്ട് നമ്മളൊക്കെ അറിയാതെ കരഞ്ഞുപോയില്ലേ? അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിച്ചില്ലേ? മക്കളേതാണെങ്കിലും പിഞ്ചു മക്കളെ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ വാത്സല്യം കാണിക്കാറില്ലേ? നമ്മുടെ പിഞ്ചോമന മക്കൾ നമ്മുടെ കൺമുന്നിൽ കൊല ചെയ്യപ്പെടുന്ന രംഗം, അവിടെയാണൊരു ഉമ്മ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അവരുടെ നയനങ്ങളിൽ നിന്ന്, കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണ്. മാഷിത്തായോട് ചോദിക്കുകയാണ്, മോളെ, നിന്റെ ആശയം ഉപേക്ഷിക്കുകയാണോ? ഉടനെ മറുപടി പറയുകയാണ് ഫറോവയോട്, ഇല്ല, എൻ്റെ ആശയത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. എൻ്റെ മക്കൾ ഓരോന്നും എണ്ണയിൽ പെടയുന്നത് കാണുന്ന നേരത്തും അല്ലാഹു റബ്ബി, അതിൽ നിന്നൊരു മാറ്റവും എനിക്കില്ല. പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്. എൻ്റെ മക്കളുടെ ശരീരവും എൻ്റെ ശരീരവും അവരുടെ അസ്ഥികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം എണ്ണയിൽ ഉരുകിത്തീർന്നില്ലയോ? അതെല്ലാം ഒന്നിച്ചൊന്ന് കബറടക്കുമോ? അതൊന്നിച്ച് കബറടക്കുമോ? ആ അസ്ഥികളൊക്കെ കബറടക്കുന്ന നേരം ഉമ്മയായ എൻ്റെ അസ്ഥിയോട് ചേർത്ത് വെക്കുമോ? അവസാനം തൻ്റെ അമ്മിഞ്ഞ നുകർന്നുകൊണ്ടിരുന്ന പിഞ്ചോമന കുഞ്ഞിനെ വലിച്ചെടുക്കുന്ന നേരത്ത് മാഷിത്തായുടെ ഹൃദയമൊന്ന് പിടച്ചുപോയി. മാഷിത്ത ഒന്ന് കുലുങ്ങിപ്പോയി. ഉടനെ ആ കുഞ്ഞു വിളിച്ചു പറയുകയാണ്, ഉമ്മ, ദുനിയാവിലെ അദാബ് ഒരു അദാബൊന്നുമല്ല. അള്ളാഹുവിൻ്റെ അദാബുകളുടെ ലോകം അതെത്രയോ കാഠിന്യമുള്ളതാണ്. ഈമാനിൽ ഉറച്ചു നിന്നോ ഉമ്മ. പാല് കുടിച്ചുകൊണ്ടിരുന്ന മകൻ വിളിച്ചു പറഞ്ഞു, ആ കുഞ്ഞിനെയും ആ തിളച്ച എണ്ണയിലേക്ക് കാല് പിടിച്ചിട്ട് താഴ്ത്തി വെച്ചു ഫറോവ. ശേഷം മാഷിത്തയും കൊന്നുകളഞ്ഞു. നബിയേ, അവരുടെ ഖബറാണ് നബിയേ. ആ ഖബറിൽ നിന്നുള്ള സുഗന്ധമാണിതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു
മുഹമ്മദു റസൂലുള്ളാഹി എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു നമ്മുടെ ഖൽബിലൊക്കെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ഈമാനിലാക്കി തരുമാറാകട്ടെ. ഈമാൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെയും കണ്ടിട്ട് ചെന്നിറങ്ങുന്നത് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ. ബൈത്തുൽ മുഖദ്ദസ് ഏതാണ്? മഹാന്മാരായ അമ്പിയാക്കളുടെ ഇടം. അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുപാടും അനുഗ്രഹപൂർണമായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഇടം. അവിടെയാണ് അമ്പിയാക്കളുടെ ഖബറുള്ളത്, മസാറുകളുള്ളത്. അവിടെയാണ് അമ്പിയാക്കളുടെ പാദമുദ്രകളുള്ളത്. അതിന്റെ ചാരയായിരുന്നല്ലോ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതിന്റെ അരികിലായിരുന്നു സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാം. അതിന്റെ അരികിലായിരുന്നു നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിന്റെ അരികിലായിരുന്നു നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. അതിന്റെ അരികിലായിരുന്നു നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അതിന്റെ ചാരയാണ് പിറന്നു വീണത് നബിയുല്ലാഹി യഹ്യാ അലൈഹിസ്സലാം. അതിന്റെ അരികിലായിരുന്നു നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. അതിന്റെ അരികിലാണ് പിറന്നു വീണത് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അമ്പിയാക്കളുടെ പാദമുദ്രകൾ കൊണ്ട്, അവരുടെ മസാറുകൾ കൊണ്ട് പവിത്രമായ ഇടം. അല്ലദീ ബാറക്നാ ഹൗലഹു. മനുഷ്യ ചരിത്രത്തിലെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ പാദമുദ്രകൾ നിറഞ്ഞ ഇടമേ മസ്ജിദുൽ അഖ്സാ. ലോകത്ത് അവസാന നാൾ വരെ വരുന്ന പ്രവാചകന്മാർ, അവസാന നാൾ വരെ വരുന്ന മനുഷ്യരുടെ പ്രവാചകൻ, ലോകത്തിന്റെ പ്രവാചകൻ, മനുഷ്യരാശിയുടെ മുൻകഴിഞ്ഞ ഇമാമിയങ്ങളൊക്കെയും സഞ്ചരിച്ച ഇടത്തേക്ക് വരികയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നും പ്രശ്നങ്ങൾ അവിടെയല്ലേ ഉള്ളത്. രണ്ടു രാജ്യങ്ങൾ, ഒന്ന് വെനസ്വേല, ഒന്ന് ഇറാൻ. വെനസ്വേലയുടെ പ്രസിഡന്റിനെ ആ രാജ്യത്ത് കയറി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. മറുഭാഗത്ത് ഇറാനിൽ തെരുവോരങ്ങളിൽ പ്രക്ഷോഭം നടക്കുകയാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും കോമണായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം, ഫലസ്തീനിലെ ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ സമയത്ത് ഇസ്രയേലിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം ഞങ്ങളുടെ രാജ്യത്ത് വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഭരണാധികാരിയാണ് വെനസ്വേലയുടെ ഭരണാധികാരി. ഇസ്രയേലിന്റെ ഉദ്യോഗസ്ഥ സംഘമോ പ്രധാനമന്ത്രിയോ ഒക്കെ ഞങ്ങളുടെ രാജ്യത്ത് വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ ഭരണാധികാരികളിൽപ്പെട്ട, ധൈര്യമായി നിലപാട് തുറന്നു പറഞ്ഞവരിൽ ഒരാളാണ് വെനസ്വേലയുടെ പ്രധാനമന്ത്രി, വെനസ്വേലയുടെ പ്രസിഡന്റ്. എല്ലാ കാലത്തും സാമ്രാജ്യത്വ വിരുദ്ധമായ സമരം നടത്തിയവർ. അവരുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ പ്രശ്നമുണ്ട് എന്ന് കരുതി മറ്റൊരു രാജ്യത്തിന് അവരുടെ അധികാരത്തിന്റെ ഉള്ളിലേക്ക് കയറി അയാളെ പിടിച്ചുകൊണ്ടുപോകാൻ ലോകത്താർക്കും ആരും അനുമതി കൊടുത്തിട്ടില്ല. നിങ്ങൾ എവിടുത്തെ പ്രസിഡന്റ് പ്രശ്നക്കാരനാണെന്ന് വിചാരിക്കുക. പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, നല്ല മനുഷ്യനാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. എനിക്ക് പോണമല്ലോ പ്രസംഗം കഴിഞ്ഞിട്ട്. അപ്പോ ആ പ്രസിഡന്റ്, അപ്പൊ അപ്പുറത്തെ മഹലിലെ ആളുകൾ പറയാണ് ഈ പ്രസിഡന്റ് ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, പ്രസിഡന്റിനെ പിടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അതത്ര നീതികേടാ. അതാത് രാജ്യം, അവിടുത്തെ ജനങ്ങളില്ലേ അവരെ മാറ്റാൻ കഴിയുന്നവർ, എല്ലാത്തിലും അവരെ മാറ്റണോ നീക്കണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് അതാത് മഹല്ലത്തിലെ ആളല്ലേ. വെനസ്വേലയുടെ പ്രസിഡന്റ് പ്രശ്നക്കാരനാണെങ്കിൽ അത് മാറ്റാനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ വെനസ്വേലയുടെ പ്രസിഡന്റ് ഇസ്രയേലിനെതിരെ കൃത്യമായ നിലപാട് പറഞ്ഞയാളാണ്. ഇസ്രയേലിനെതിരെ ശക്തമായി വേദികളിൽ സംസാരിച്ചയാളാണ്. രണ്ടാമത്തത് ഇറാനാണ്. ഇറാനെ നമുക്കറിയാം, സമീപത്തുള്ള അറബ് രാജ്യങ്ങളെയൊക്കെ നേരിടുന്നത് പോലെ ഇറാനെ നേരിടാൻ ചെന്നപ്പോ അയൺ ഡോം ഉൾപ്പെടെയുള്ള തങ്ങളുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും ലോകത്തിന്റെ മുന്നിൽ തുറന്നിട്ട് ദുർബലപ്പെടുത്തിയത് ഇറാനാണ്.
ഇറാനിന്റെ ഐഡിയോളജിയിൽ നമുക്ക് വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും ഉണ്ടാകാം. നമുക്ക് യോജിക്കാൻ പറ്റാത്ത പലതും ഉണ്ടാകാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് യോജിക്കാൻ പറ്റാത്ത പലതും ഉണ്ടാവും. ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവർ ചെയ്ത ഒരു വലിയ സേവനം നിങ്ങൾ നോക്കൂ. എല്ലാ രാജ്യങ്ങളും ഫലസ്തീനുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് അവരുടെ രാജ്യം ആക്രമിച്ചപ്പോൾ ശക്തമായ തിരിച്ചടി കൊടുത്തു. അവർ ഈ പറഞ്ഞുണ്ടാക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളൊന്നും തകർക്കാൻ പറ്റാത്തതല്ലെന്ന് ലോകത്തിന്റെ മുന്നിൽ ഇസ്രയേൽ എന്ന രാജ്യത്തെ തുറന്നു കാട്ടിയ ഇറാനാണ് ഇന്ന് പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത്. ആരായിരിക്കും ഈ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടാവുക? ഈ ജൂതൻ ലോകത്തെവിടെ തങ്ങൾക്കെതിരെ ആരെല്ലാം ശബ്ദമുയർത്തുന്നുണ്ടോ അവരെയൊക്കെ തേടിപ്പിടിച്ച് അവരുടെ രാജ്യങ്ങളിൽ കലാപങ്ങൾ സൃഷ്ടിച്ച് അവരുടെ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നത് പതിവാണ്. അറബ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ലബനാനിനെ, ലിബിയയെ, സിറിയയെ, പേരെടുത്ത തലയെടുപ്പുള്ള ഭരണാധികാരികളെ പലതും, സദ്ദാം ഹുസൈനെ, മുഅമ്മർ ഗദ്ദാഫിയെ, ഇവരുടെ വിഷയത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ അവരെയൊക്കെ ഇല്ലാതാക്കിയത് എന്തുകൊണ്ടാണ്? ഇസ്രയേൽ എന്ന രാജ്യത്തിന് അവരുടെ ചുറ്റുഭാഗത്തുമുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ നോട്ടമുണ്ട്. അതോടൊപ്പം അവർ ചെയ്യുന്ന ക്രൂരതയെ ആര് ചോദ്യം ചെയ്യുന്നുവോ അവരെയൊക്കെയും അനാവശ്യ കലാപങ്ങൾ ഉണ്ടാക്കി വിടുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ആയുധമെടുത്ത് ആ ജനങ്ങളെ തെരുവിലിറക്കുക, അതിലൂടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടുപോയത് ഈ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിന്റെ ഭാഗമായി ചേർന്ന് വരുന്ന ഇടം. അറിയാത്തൊരു സ്ഥലത്തേക്കല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയത്. ബൈത്തുൽ മുഖദ്ദസിന്റെ ചിത്രം കാണുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മേലെ മനോഹരമായ സ്വർണ്ണവർണ്ണങ്ങളുള്ള ഒരു കുബ്ബയില്ലയോ? ആ കുബ്ബയുടെ താഴത്തുള്ളതൊരു കല്ലാണ്. ആ കല്ല് ഏതാണെന്നറിയുമോ? ഡോം ഓഫ് ദ റോക്കിന്റെ താഴെ ഒരു കല്ലുണ്ട്. ആ കല്ലേതാണെന്നറിയുമോ? ഇസ്രാഇന്റെ രാത്രിയില് അല്ലാഹുവിന്റെ റസൂൽ ആ കല്ലിൽ നിന്നുകൊണ്ടാണ്, ആ കല്ലിൽ കയറി നിന്നിട്ടാണ് ആകാശത്തേക്ക് അല്ലാഹു അവിടെ നിന്നാണ് ഉയർത്തിയത്. അല്ലാഹു ഉയർത്തിയത്, അല്ലാഹുവിന്റെ റസൂലിനെ ഉയർത്തിയ കല്ല് അവിടെയുണ്ട്. ബുറാഖിനെ ബന്ധിച്ച വട്ടക്കണ്ണി ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തിന്നുണ്ട്. ലോകത്തിന്റെ കണ്ണും കാതും പതിയുന്ന ഇടത്തേക്കാണ് കൊണ്ടുവന്നത്. അല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെല്ലുന്ന നേരമുണ്ടല്ലോ, ചരിത്രത്തിലെ ഏറ്റവും അനുഭൂതിദായകമായ സന്തോഷങ്ങളുടെ രാത്രിയാണത്. ആമിന ബീവിയുടെ മകൻ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരയെത്തുമ്പോ സ്വീകരിക്കാനുണ്ട് ആദം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം. ചരിത്രത്തിന്റെ ഇന്നലകളിൽ കടന്നുപോയ പ്രവാചകന്മാരെല്ലാം 1,24,000 വരുന്ന പ്രവാചക വൃന്ദത്തിന്റെ നടുത്തളത്തിലേക്കാണ് ബുറാഖിലേറി നബിതങ്ങൾ ചെന്നെത്തുന്നത്. കുല്ലു യുറഹിബു ളാഹികൻ വബസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നേതാവേ വരൂ, സ്വാഗതം ഇതാ. എല്ലാവരും ചേർന്ന് സ്വീകരിക്കുകയാണ്. ലോക നേതാവായ സയ്യിദുൽ ഖൽഖായ നബി തങ്ങളെ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ഇമാമായി നിൽക്കൂ, ഞങ്ങളുടെ ഇമാമായി നിൽക്കൂ. ആനയിച്ചു കൊണ്ടുവന്നു. വഖദ്ദമത് കജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലം. അവരുടെ ഇടയിലേക്ക് ഇമാമായി നിന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിമാരൊക്കെ ഏത് കാലത്ത് ജീവിച്ചിരുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു മൂസാ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു മിഅ്റാജിന്റെ രാത്രിയിൽ. കാന യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി ഖബറിൽ നിസ്കരിക്കുകയായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ കാലം മുമ്പുള്ള പ്രവാചകൻ. നമ്മൾ വിചാരിക്കില്ലേ ഈ മസാറുകളിൽ, മഖ്ബറകളിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ, അവിടൊക്കെ ഔലിയാക്കളൊക്കെ ഉണ്ടാവോ? ചില ആളുകളുടെ ചോദ്യം.
എത്രയോ കാലം മുമ്പുള്ള പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ അവരെ കാണുമ്പോൾ അവർ ഖബറിൽ നിസ്കരിക്കുകയായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ളവനെ നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ മൂസാ നബിയെ വീണ്ടും കാണുന്നുണ്ട്. എവിടുന്നാണ്? ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം, അതായത് സ്വാലിഹീങ്ങളുടെ അർവാഹുകളുടെ സഞ്ചാരം അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന ദൂരപരിധികൾ കൊണ്ടൊന്നുമല്ല. അവരെ ബൈത്തുൽ മുഖദ്ദസിൽ കാണുകയാണ്. അവിടെ നല്ലൊരു സൽക്കാരം, നല്ലൊരു സ്വീകരണം. സകല അമ്പിയാക്കളും ചേർന്ന് നബിയേ, അങ്ങയുടെ മുന്നേ നടന്നവരാണ് ഞങ്ങളൊക്കെയും, അങ്ങയുടെ പിൻഗാമികളാണ്. അങ്ങാകുന്ന നേതാവിന് സർവാദരങ്ങളും അവിടെ നിന്നുയരുകയാണ്. എങ്ങോട്ടാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അതിർപ്പങ്ങളുടെ ലോകം തുറന്നിട്ട് രണ്ടാമത്തെ വിളി വിളിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏഴാനാകാശങ്ങളുടെ അതിർപ്പങ്ങളിലേക്കപ്പുറം അല്ലാഹുവിന്റെ റസൂല് പറന്നുയർന്ന രാത്രി മിഅ്റാജ്. മിഅ്റാജ് ലിനുരിയഹു മിൻ ആയാതിനാ, ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ മകന് സ്വർഗം ഒരു ദൃഷ്ടാന്തമല്ലല്ലോ. സ്വർഗത്തിന്റെ ഇലകളെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരെഴുതിയതാണല്ലോ. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ മകന് അർശ് ഒരു ദൃഷ്ടാന്തമല്ലല്ലോ. റഅയ്തു ഫീ ഖവായിമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അർശിന്റെ കവാടങ്ങളിൽ എഴുതിയിട്ടുള്ളത് ആ പേരാണല്ലോ. അവിടുന്ന് അർശോ കുർസോ ലൗഹോ കലമോ സ്വർഗമോ നരകമോ ദൃഷ്ടാന്തമല്ല, എല്ലാത്തിനും മേലെയുള്ള നേതാവല്ലയോ ഹബീബായ നബിതങ്ങള്. അപ്പൊ അല്ലാഹു തആല ആ രാത്രിയിൽ നബിതങ്ങളെ വിളിച്ചു കൊണ്ടുപോയത് എന്തു കാണിച്ചു കൊടുക്കാൻ? ഏത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ? ലോകത്താർക്കും പറയാൻ കഴിയാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും അനുഭവിച്ചിട്ടില്ലാത്ത, ഒരു നാവ് കൊണ്ടും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനുഭവങ്ങളുടെ, അനുഭൂതികളുടെ അദമ്യമായ സ്നേഹലോകമേ, മുഹമ്മദുർ റസൂലിന്റെ മുന്നിൽ തുറന്നു കിടന്ന രാത്രിയെ മിഅ്റാജ്. മിഅ്റാജ് അന്ന് കണ്ടതെന്താണെന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ എന്ന ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തത് എത്രയോ ഔന്നിത്യമുള്ള കാഴ്ചകളാണ്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى لقد رآه نزلة أخرى جل صلاة الله سلام الله على طه رسول الله صلاة الله حبيب الله. സിദറത്തുൽ മുന്തഹായുടെ അരികില്, സ്വർഗത്തിന്റെ അരികില്, അല്ലാഹു തുറന്നിട്ട അതിർപ്പങ്ങളുടെ കാഴ്ചകളുടെ അരികില് ഖാബ ഖൗസൈനി ഔ അദ്നാ. ഓരോന്നും എണ്ണി പറയാൻ സമയമേറെ വേണം. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ആകാശവാതിലുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ തുറന്ന രാത്രിയില്ലയോ? മിഅ്റാജിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ നിന്നുയർന്നു പൊങ്ങുന്ന ആ രാത്രിയില്ലയോ? ആകാശത്തിന്റെ ഒന്നാമത്തെ വാതിൽ തുറക്കുമ്പോ സയ്യിദുനാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം
രണ്ടാമത്തെ വാതിലിൽ കാണുന്നതാരെയാണ്? സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം, സയ്യിദുനാ നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം, സയ്യിദുനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. ആകാശത്തിന്റെ വാതിലുകൾ ഓരോന്നും തുറക്കുന്ന നേരം ഓരോ നബിമാരെയും അവിടെ കാണുകയാണ്. ഇവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടെ എത്തുന്നതിന് മുമ്പ് ഈ നബിമാരൊക്കെയും ആകാശത്ത് അള്ളാഹു നടത്തിയ ക്രമീകരണങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഹബീബായ നബി തങ്ങൾ എത്തുന്നതിന് മുമ്പേ അവരുടെ അർവാഹുകൾ അവിടെ എത്തി. അള്ളാഹുവിന്റെ റസൂലിനെ അവർ കാത്തിരുന്നു. ഓരോ വാതിലും തുറന്നപ്പോ ഓരോരുത്തരും നബി തങ്ങളെ സ്വീകരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ തുറക്കാൻ പറയുമ്പോൾ ഓരോ ആകാശങ്ങളും അവർക്ക് മേലെ തുറന്നു കിട്ടി. അവസാനത്തൊരു വാതിലെത്തുന്ന നേരത്ത്, ആകാശത്തിൻ്റെ ഒരു വാതിലെത്തുന്ന നേരത്ത് അതാ സ്വീകരിക്കുന്നയാൾ ചിരിക്കുന്നില്ല. ഇതാരാണ്? ജിബ്രീൽ. ഒരു ചിരിയുമില്ലാതെ എന്നെ സ്വീകരിക്കുന്നത്. വന്ന വഴികളിലുള്ള മലക്കുകളും മഹാന്മാരായ അമ്പിയാക്കളും എന്നെ ചിരിച്ചുകൊണ്ടാണല്ലോ സ്വീകരിച്ചത്. ജിബ്രീൽ, ഇതാരാണ് ചിരിക്കാതിരിക്കുന്നയാൾ? നബിയേ, അതാണ് അസ്റായീൽ, അതാണ് റൂഹെടുക്കുന്ന മലക്ക്, അതാണ് ജീവനെടുക്കാൻ നിയോഗിച്ചയാൾ. അവരുടെ ചിരി മറന്നുപോയി. ചെയ്യുന്ന ജോലിയുടെ കാഠിന്യം കൊണ്ട് ചിരി മറന്നുപോയി. മുസ്തഫായ നബി തങ്ങളൊന്നു തേങ്ങുകയാണ്. ഉടനെ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അങ്ങെന്തിനാണ് സങ്കടപ്പെട്ടത് നബിയേ? ജിബ്രീലേ, അസ്റായീലിന്റെ മുഖത്തെ കാഠിന്യം കണ്ടപ്പോ ഞാൻ എൻ്റെ മനസ്സിലോർത്തതാരെയാണെന്നറിയുമോ? ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ എനിക്ക് ഓർമ്മ വന്നു. ജിബ്രീൽ, അവരുടെ റൂഹെടുക്കേണ്ടത് ഈ അസ്റായീലാണല്ലോ. ജിബ്രീൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്യുന്നതരായ എന്നെ കണ്ടിട്ട് പോലും അവരുടെ ഭാവം ഇതാണെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ റൂഹെടുക്കാൻ അവർ വരുന്ന സമയത്ത് അവരെ എങ്ങനെയാണ് എൻ്റെ ഉമ്മത്ത് അഭിമുഖീകരിക്കുന്നത്? ജിബ്രീൽ മിഅ്റാജിന്റെ രാത്രിയിൽ കരയുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലേ, ഈ മനുഷ്യനെ, ഈ മലക്കിനെ എങ്ങനെയാണ് എൻ്റെ ഉമ്മത്ത് അഭിമുഖീകരിക്കുക? എന്നെ കണ്ടിട്ട് പോലും മുഖത്തെ ഭാവത്തിന് മാറ്റമില്ലല്ലോ. ഇവരുടെ ഈ ഗാംഭീര്യം കാണുമ്പോൾ എൻ്റെ ഉമ്മത്ത് എനിക്ക് ഓർമ്മ വരുന്നു. ജിബ്രീൽ, അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ ഓർക്കുകയാണ് മിഅ്റാജിന്റെ രാത്രിയിൽ. ആ മിഅ്റാജിന്റെ ദിവസം വരുമ്പോൾ നോമ്പെടുക്കണം. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റജബ് 27 നോമ്പ് അല്ലാഹു തആല പ്രത്യേകമാക്കിയ മാസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ്. റജബ് മാസത്തിൽ ധാരാളം നോമ്പെടുക്കേണ്ട മാസമാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റജബ് 27 നോമ്പെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയ മാസം. അതുപോലെ ഒരു മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണല്ലോ. അതോടൊപ്പം തന്നെ മഹാന്മാരായ മുൻഗാമികൾ, മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഅ്റാജ് നോമ്പ്, റജബ് 27 നോമ്പിന് 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ അത് ശ്രദ്ധിച്ച് മിഅ്റാജിന്റെ ദിവസം നോമ്പെടുക്കണം. ആ നോമ്പ് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്താവയിൽ, അതുപോലെ ബാജൂരിയിൽ, ഇആനത്തിൽ, നമ്മുടെ ഉസ്താദുമാരൊക്കെ ഓതുന്ന ഗ്രന്ഥങ്ങളിലൊക്കെയും അതൊക്കെയുണ്ട്. നമ്മുടെ മുൻഗാമികൾ ആ നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കിയിട്ട് ദീന് പറയുന്ന ആളുകളുടെ കാലത്ത് അതിനൊരു പ്രത്യേകതയില്ല, ഇതിനൊരു പ്രത്യേകതയില്ല, ആ നോമ്പിനൊരു പ്രത്യേകതയില്ല.
ബറാത്ത് രാവിനൊരു പ്രത്യേകതയില്ല, വെള്ളിയാഴ്ച രാവിനൊരു പ്രത്യേകതയില്ല. അത്തരം ആളുകളുടെ പിന്നാലെ കൂടിയാൽ നമ്മുടെ ഈമാനും ഇഖ്ലാസും ഇബാദത്തും ഒക്കെ നഷ്ടപ്പെട്ടു. നമുക്കാരാണ് തെളിവ്? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഈ ഉമ്മത്തിന് വേണ്ടി സകലതും സമർപ്പിച്ച മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റാവുകയില്ല. ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ള അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇൽമിനു വേണ്ടി ജീവിതം നീക്കിവെച്ച മനുഷ്യരൊക്കെ മുൻഗാമികൾ പലരും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് നോമ്പെടുക്കൽ ഒരു വലിയ ഇബാദത്താണല്ലോ. അന്നത്തെ ദിവസം നോമ്പെടുക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സന്തോഷങ്ങളൊക്കെ കിട്ടിയ രാത്രി, ആ രാത്രിയുടെ ഓർമ്മ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. കാരണം ആ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഓരോ രംഗങ്ങളിലും ഓരോന്നെടുത്തു പറയാനുള്ള സമയമില്ല. ഓരോരുത്തരെയും കാണുന്ന നേരത്ത് മഹാന്മാരായ മുൻഗാമികളെ കണ്ടുമുട്ടിയ മേറാജിന്റെ രാവ്, മഹാന്മാരായ അമ്പിയാക്കളെ കണ്ടുമുട്ടിയ രാവ്, ആകാശങ്ങളുടെ അതിർപ്പങ്ങൾ കണ്ടുമുട്ടിയ രാവ്. ജിബ്രീലേ, ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ സാധ്യമല്ല, ഇവിടെ നിന്നോ. ലോകത്തൊരു സൃഷ്ടിക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്ത് അള്ളാഹു അവന്റെ പ്രത്യേകമായ സൃഷ്ടിയെ വിളിച്ചു വരുത്തിയ രാവ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും ഒരു മലക്കിന് പോലും ഇടമില്ലാത്ത സ്ഥലം, അവിടേക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു ചേരുന്നത്. മുഅ്മിനീങ്ങളെ, ആ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ചില കാഴ്ചകൾ കാണുകയാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കാണുന്ന കാഴ്ച എന്താണ്? അതാ ഒരു കൂട്ടം ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാണ്. അവര് കഴിക്കുന്നതോ അതാ ശവങ്ങൾ കഴിക്കുകയാണ്. ശവം കഴിക്കുന്ന ആളുകളെ കാണുകയാണ് മിഅ്റാജിന്റെ രാത്രിയില്. ഉടനെ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടി പറയുകയാണ്, ഈ ശവം തിന്നുന്ന മനുഷ്യരാരാണ് ജിബ്രീൽ? അവരാരാണ് ജിബ്രീൽ? ഉടനെ പറഞ്ഞു, നബിയേ, അവര് ദുനിയാവിൽ ജനങ്ങളുടെ മാംസം തിന്നവരാണ്. ജനങ്ങളുടെ മാംസം, ലഹൂമുന്നാസ്, ജനങ്ങളുടെ മാംസം അവര് തിന്നവരാണ്. അവര് ഗീബത്ത് പറഞ്ഞ ആളുകളാണ്, ജനങ്ങളെ ദുഷിച്ച ആളുകളാണ്. ഗീബത്തും നമീമത്തും ഒക്കെ വല്ലാതെ സൂക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ വിശ്വാസികൾ, പ്രത്യേകിച്ച്. അല്ലാതെ തന്നെ എല്ലാ മനുഷ്യരും ഗീബത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. ഗീബത്ത് കൊണ്ട് നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോവുക, തകർന്നു പോവുക. ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ നാളെ പരലോകത്തെത്തുമ്പോൾ ശവം തിന്നേണ്ട അവസ്ഥ എത്തിച്ചേരുമെന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഗീബത്ത് പറയാൻ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വാട്സപ്പിലാണ് ഗീബത്ത് പറയാം. പണ്ടൊക്കെ ആളുകൾ കണ്ടുമുട്ടുന്ന സ്ഥലത്താണ് ഗീബത്ത് പറയുന്നതെങ്കിൽ ഇന്നത് മാറിയിട്ട് വാട്സപ്പിലൂടെയാണ് പറയാം. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ പറയാം. ഒരു ഗ്രൂപ്പ് അതിനുവേണ്ടി പ്രത്യേകം ഉണ്ടാക്കുക, എന്നിട്ട് ഒരാളെ കുറ്റം പറയാം. കുടുംബത്തിലൊരു സംഭവം ഉണ്ടായാൽ അത് അപ്പോൾ തന്നെ വാട്സപ്പ് ഓണാക്കി ഒരാൾ വോയിസ് ഇടുക, ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നത് നടന്നിട്ടുണ്ട്. എത്ര മനുഷ്യന്മാരാണ് അതിരാവിലെ പള്ളികളിലേക്ക് വരും. പള്ളിയിൽ ഇരുന്ന് ഇബാദത്തുകളൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി 4 കടകളിൽ 4 ആള് കൂടി ഇരുന്നിട്ട് കണ്ട ആളുകളുടെ മൊത്ത ഗീബത്തും നമീമത്തും പറഞ്ഞ് ചെയ്ത അമല് മുഴുവൻ പൊളിച്ചു കളയും. അങ്ങനെ എത്ര മനുഷ്യന്മാർ 3:30 4 മണിക്കൊക്കെ വന്നിരുന്നിട്ട് പള്ളിയിലൊക്കെ വെറുതെ വന്നിരുന്നാൽ തന്നെ കൂലി കിട്ടും. എഴുത്തിക്കാഫിന്റെ നീയത്തോടെ കയറിയിരുന്ന ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലും. എന്നിട്ട് എന്ത് സംഭവിക്കും? നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞിറങ്ങിയാല് എവിടെയെങ്കിലും കൂടുന്ന സമയത്ത് അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, മറ്റാൾ മറ്റേതാണ്, ഓരോരുത്തരുടെ കുറ്റം. ഇനി ആരുടെയും കുറ്റം പറയാനില്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദിന്റെ കുറ്റമെങ്കിലും പറയും. ആരുടെയും കുറ്റം പറയാനില്ലെങ്കിൽ 4 ആൾ കൂടിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് 4 ആളും പരസ്പരം ചോദിച്ചു, നിങ്ങൾ പോന്നില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ നിന്ന് പോയാൽ ബാക്കി 3 എണ്ണം കൂടിയിട്ട് അവൻ്റെ കുറ്റം പറയും. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്? പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം, ഇല്ലെങ്കിൽ ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ കുറ്റം നിങ്ങൾ പറയും. നിങ്ങൾ പറയും. അതുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഒന്നിച്ചിരിക്കുക. കാരണം നിങ്ങൾ എൻ്റെ കുറ്റം പറയുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല.
അപ്പൊ ഈ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരുടെ, ഒന്നീ കുടുംബക്കാരൻ്റെ, അല്ലെ നാട്ടുകാരൻ്റെ, അല്ലെ വീട്ടുകാരൻ്റെ, നമ്മുടെ ഇബാദത്ത് മൊത്തം ഏതെങ്കിലുമൊക്കെ മനുഷ്യന്മാർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവസാനം ഈ പറഞ്ഞതുപോലെ നാളെ അദാബിന്റെ സങ്കേതത്തിൽ ചെന്നിരുന്ന് ശവങ്ങൾ തിന്നേണ്ട അവസ്ഥയുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കടത്തിണ്ണകളിലിരുന്ന് കുശു 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 പറഞ്ഞ്, കടത്തിണ്ണകളിലിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും ശരീരങ്ങൾ കൊത്തിവലിക്കുന്നവരെ നിങ്ങൾ ഈ ചെയ്യുന്ന സുജൂദുകൾ, റുക്കൂഅകളൊക്കെ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സമയം വരും. ഗൗരവമായി മനസ്സിലാക്കാൻ പറയാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്വന്തം സഹോദരന്റെ ശരീരം അത് ഭക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? അപ്പോൾ ഗീബത്ത് പറയാന്നുള്ളത് ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. മറ്റൊരാളിന്റെ ഏഷണി, പരദൂഷണം, കുറ്റം പറയുക എന്നുള്ളത് നിസ്സാരമായി കാണേണ്ട വിഷയമല്ല. ആ പറയുന്നതിലൂടെ നമ്മുടെ ഒക്കെയും ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. ചില ആളുകൾ വയലിന് നേരത്തെ വരും. എന്തിനാ നേരത്തെ വരുന്നത്? ഉസ്താദ് വരുന്നത് വരെ നമുക്ക് 4 വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ വരിക. അങ്ങനെയും വിചാരിക്കരുത്. നമുക്ക് പറയാനുള്ളതേ, ആവശ്യമുള്ളതേ നമ്മൾ പറയാവൂ. നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു വർത്താനവും പറയരുത്. ഒരു ആലിമിനെയോ ഒരു സയ്യിദിനെയോ, അതാരോ ആയിക്കൊള്ളട്ടെ, ഒരു ഗ്രൂപ്പ് തിരിച്ചോ അല്ലാതെയോ, സംഘടന പറഞ്ഞോ, ഒരു നിലയിലും രാഷ്ട്രീയം പറഞ്ഞോ, ഏതെങ്കിലും ഒരു നിലയിൽ ഒരു ആലിമിനെയും ഒരു സാലിഹായ സയ്യിദായ ഒരു മനുഷ്യനെയും ഒന്നും തെറി പറയാനോ കുറ്റം പറയാനോ ഒന്നുമുള്ള അനുവാദം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല എന്ന ചിന്ത, നമ്മളൊക്കെ പാവങ്ങളാണ് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ചെയ്തുപോയ തെറ്റുകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ശവം തിന്നുന്ന മനുഷ്യരെ കണ്ടിട്ടാണ് ചോദിച്ചത്, ഇതാരാണ് ജിബ്രീലെ? അത് നബിയെ ഗീബത്ത് പറഞ്ഞവരാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു. ഒരു ഭാഗത്ത് വിഭവ സമൃദ്ധമായ ഭക്ഷണം, നല്ല ഭക്ഷണം വിളമ്പി വച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം. ആ ഭക്ഷണത്തിന്റെ ചുറ്റും ഒരുപാട് ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നല്ല വിഭവങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക. ഒരു ഭാഗത്ത് ദുർഗന്ധം വമിക്കുന്ന, പുഴുക്കൾ വമിക്കുന്ന, അതിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം വരുന്ന ഭക്ഷണം. ആരാണത് കഴിക്കുന്നത്? ജിബ്രീൽ. ഉടനെ മറുപടി പറഞ്ഞു, നബിയേ, ഹലാലായ ഇണകൾ ഉണ്ടായിട്ടും ഹറാമ് തേടിപ്പോയവരാണ് നബിയേ. ഹലാലായ ഇണകൾ അവർക്കുണ്ടായിരുന്നു, എന്നിട്ടും ഹറാമ് തേടിപ്പോയവരാണ് നബിയേ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അവർക്ക് ഹലാലായി കിട്ടിയ ഭർത്താവ് കൂടെയുണ്ട്. എന്നിട്ട് അവർ മെസ്സേജ് അയക്കുന്നത്, അവർ ചാറ്റ് ചെയ്യുന്നത് അന്യപുരുഷന്റെ കൂടെയാണ്. ഹറാമായ ബന്ധങ്ങളിലേക്കാണ് അവർ പോയത്. ഹലാലായ ഭാര്യ അവരുടെ കൂടെയുണ്ട്, എന്നിട്ടും അവർ തേടിപ്പോയത് ഹറാമായ ബന്ധങ്ങളിലേക്കാണ്. സൂക്ഷിക്കുക, ഈ കാലം വല്ലാതെ വ്യഭിചാരം കടുത്തുപോയൊരു കാലത്താണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മയും മക്കളെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ശുദ്ധി നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. വ്യഭിചാരത്തിലേക്ക് പോയവർ, ഹറാമായ ഹലാലായ ഇണകൾ ഉണ്ടായിരിക്കുകയും ഹറാമിലേക്ക് പോയവർ, അസഹ്യമായ ദുർഗന്ധം വമിക്കുന്ന, പുഴുക്കൾ വമിക്കുന്ന മോശപ്പെട്ട ഭക്ഷണം നാളെ ഖിയാമത്തിൽ കഴിക്കേണ്ടി വരുമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഉമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ഈ അവിഹിത ബന്ധങ്ങൾക്കൊക്കെ പുതിയ പുതിയ പേരുകളാണ്. അവിഹിത ബന്ധങ്ങൾക്കൊക്കെ പുതിയ പുതിയ പേരുകൾ. ബെസ്റ്റി, സിറ്റുവേഷൻഷിപ്പ് ബന്ധം, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രം, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര പേരാ. ധാരാന്ന് ചോദിച്ചാൽ ബെസ്റ്റിയാണ്, കസിനാണ്. ഹറാമായ ബന്ധങ്ങൾക്ക് പുതിയ ഓമന പേരിട്ട് വിളിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നതുകൊണ്ട് മതം പറഞ്ഞ നിയമത്തിന്റെ അതിർവരമ്പ് ലംഘിക്കാൻ പറ്റുമോ? കസിൻസ് ആണ് ഉസ്താദെ, ആയിക്കോട്ടെ. ഇസ്ലാമികമായ നിയമത്തിന് ചില ചിട്ടകളും മട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോഴാണ് നമ്മൾ മുഅ്മിൻ എന്ന പേരിന് അർഹനാകുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തില് ഇന്ന് ഏത് ചാനൽ തുറന്നാലും ചർച്ച ഒരു യുവ നേതാവിനെ കുറിച്ചാണ്. ഒരു യുവ നേതാവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അതിന്റെ രാഷ്ട്രീയമൊന്നുമല്ല ഞാൻ പറയുന്നത്. അവിടെ ഒക്കെ നിങ്ങൾ നോക്കൂ, എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നു, അയാൾ ചെയ്തത് തെറ്റാണ്, അയാൾ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഒരു അന്യ പെണ്ണുമായി
ഒരു മുറിയെടുത്ത് താമസിച്ച് മറ്റു കാര്യങ്ങളൊക്കെ അയാൾ ചെയ്ത പ്രവർത്തനം ശരിയല്ല എന്നാണ് ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും പറയുന്നത്. നിങ്ങൾ ഇപ്പുറത്ത് നോക്കൂ, പരിശുദ്ധമായ ദീൻ പറഞ്ഞ ചില നിയമങ്ങളില്ലേ? ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് ഒരു പുരുഷൻ അവളോട് ചേരണമെങ്കിൽ അവൻ ഉണ്ടാകേണ്ട ചില ചിട്ടകളെ ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? മഹർ കൊടുത്ത് അവളുടെ വലിയിൽ നിന്ന് അവളെ സ്വീകരിച്ച് മാന്യമായി കൂട്ടിക്കൊണ്ടുപോയാൽ മാത്രമേ, അതായത് മാന്യമായി അവന്റെ ജീവിതത്തിലേക്ക് ചേർത്താൽ മാത്രമേ ആ പെണ്ണിന്റെ ദേഹത്ത് തൊടാൻ അവകാശമുള്ളൂ ഇസ്ലാമിൽ. ഇസ്ലാമിന്റെ നിയമങ്ങൾ അങ്ങനെയല്ലേ? അന്യ പെണ്ണും അന്യ ആണും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിൽ മറകൾ ഉണ്ടാകണം. പരസ്പരം തമ്മിൽ കണ്ട് മറ്റൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ അത് ആദ്യമേ തന്നെ മറയ്ക്കുകയാണ്. രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മതത്തിന്റെ നിയമങ്ങൾ പറയുമ്പോൾ പലരും പറയും ഇതൊക്കെ പഴഞ്ചനാണ്. ഈ പഴഞ്ചനാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് മറുഭാഗത്ത് പറയുന്നത് അയാൾ ചെയ്ത പ്രവർത്തനം കണ്ടോ, അതങ്ങനെ ശരിയാകും? ഇതൊക്കെ തന്നെയല്ലേ ഇസ്ലാം പറയുന്നത്, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതെന്ന് പരിശുദ്ധ ഖുർആൻ. അതിലേക്കുള്ള ഒരു വഴി പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം അടച്ചു കളയുകയാണ്. അതിലേക്കുള്ള വഴി പോലും അടച്ചു കളഞ്ഞു. പിന്നെ അങ്ങനെ പ്രവേശിക്കാൻ പറ്റില്ല. ആ വഴിയിലേക്ക് പോലും, ആ വഴി അടച്ചു കളയുന്നതിനാണ് പലരും പരിഹസിച്ചത്. വഴി അടയ്ക്കാതിരുന്നാൽ ഇനിയും ഇവിടെ അതിജീവിതകൾ ഉണ്ടാകും. ആ വഴി അടയ്ക്കാതിരുന്നാൽ ഇവിടെ ഇനിയും എത്രയോ കുഞ്ഞുങ്ങൾ അബോർഷൻ ചെയ്യപ്പെട്ടതിന്റെ ചരിത്രവും ചിത്രവും പറയേണ്ടി വരും. പരസ്പരം ഒരു പെണ്ണും ആണും കണ്ടുമുട്ടുന്നതിന് നിയമങ്ങളുണ്ട്. അവളുടെ ശരീരത്തെ സ്പർശിക്കണമെങ്കിൽ മതിയായ മഹർ കൊടുക്കണം. അവളുടെ ഉത്തരവാദിത്തപ്പെട്ടയാൾ കൈപിടിച്ച് നിന്നെ ഏൽപ്പിക്കണം. അതല്ല അത് അവളുടെ ദേഹത്ത് തൊടാൻ നിനക്ക് അർഹതയില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം അതാണ്. അത് ഏത് ബെസ്റ്റ്, ഏത് കസിൻ, ഏത് ബെസ്റ്റ് ഫ്രണ്ട്, അതൊന്നുമില്ല. ഇസ്ലാമിന്റെ നിയമം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് തന്നെയാണ് ലോകം പറഞ്ഞു കറങ്ങി തിരിഞ്ഞു വരുന്നതും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, ചെറുപ്പക്കാരികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം മുറുകെ പിടിക്കുക. ഹലാലല്ലാത്ത ബന്ധങ്ങളിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കുക. ഹറാമായ ബന്ധങ്ങൾ അധികരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അള്ളാഹു ഹറാമുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹറാമുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട അസഹ്യമായ കാഴ്ചകളിലൊന്നാണത്. ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട രാത്രിയാണ്. സ്വർഗം കണ്ടു, നരകം കണ്ടു, അള്ളാഹുവിന്റെ അതിർപ്പങ്ങളൊക്കെയും കണ്ടു. അവിടുന്ന് മടങ്ങുന്ന നേരത്ത് അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. അള്ളാഹു റബ്ബുൽ ആലമീനിന്റെ സവിധത്തിൽ നിന്ന് മടങ്ങുന്ന നേരത്ത് അള്ളാഹു നൽകിയ സമ്മാനമാണ് നിസ്കാരം. ആ നിസ്കാരം കൊണ്ടുവരുമ്പോ അവിടെ ആരാണ് സഹായിച്ചത്? സയ്യിദുനാ നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ഏത് മൂസയാ? ഈ മൂസാ നബിയെ കുറിച്ചല്ലേ നേരത്തെ പറഞ്ഞത്? കാന യുസല്ലി ഫീ ഖബരിഹി, അവരെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മൂസാ നബി ആകാശത്ത്, അതേ മൂസാ നബി ഇടപെടുകയാണ് അല്ലാഹു തആലയിൽ നിന്ന്. നിസ്കാരവും വാങ്ങി വരുമ്പോൾ, നബിയെ ഇത് അങ്ങയുടെ ഉമ്മത്തിന് താങ്ങൂല, നബിയെ ഇത് കുറയ്ക്കൂ. മരണപ്പെട്ടു പോയ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹായം കിട്ടിയ ആളുകളാണ് മുസ്ലിം ഉമ്മത്ത്. മരണപ്പെട്ട മുൻഗാമിയായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അതിന് കഴിവ് കൊടുത്തു, അവർ സഹായിച്ചു. ആ സഹായം കാരണം 50 വഖ്ത് 5 വഖ്ത് നിസ്കാരമായി മാറി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദറത്തുൽ മുന്തഹയുടെ അരികിലെത്തുന്ന നേരം, സിദറത്തുൽ മുന്തഹയിൽ അതാ ഹബീബായ നബി തങ്ങൾ ഒരു കാഴ്ച കാണുകയാണ്. അവിടെ സിദറത്തുൽ മുന്തഹയുടെ ചാരത്ത് ചാരിയിരിക്കുന്നൊരാൾ. നബിതങ്ങളെ കണ്ടപ്പോൾ വലിയ സന്തോഷം. ഈ നബിമാർക്കൊക്കെ നബിതങ്ങളെ കണ്ടപ്പോൾ വലിയ സന്തോഷമാണ്. മൂസാ നബി അലൈഹിസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ കരഞ്ഞു എന്നാണ്. ഉടനെ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഞാൻ നിങ്ങളെ കണ്ട് കരഞ്ഞുപോയതാണ് നബിയേ. സ്വർഗത്തിൽ എൻ്റെ ഉമ്മത്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉമ്മത്താണ്. അങ്ങനെയുള്ള നേതാവായ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കറിയാതെ സങ്കടം വന്നുപോയി, കരഞ്ഞുപോയി മൂസാ അലൈഹിസ്സലാം. മറ്റൊരാളെ കാണാണ്. ആരാണ്? അതാ സിദറത്തുൽ മുന്തഹയുടെ ചാരത്തിരിക്കുകയാണ് നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം.
അലൈഹിസ്സലാം അരികിലേക്ക് ചെന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നബിതങ്ങളും കാഴ്ചയിൽ സാമ്യമുള്ളവരാണെന്നാണ്, ഒരുപോലെ ഇരിക്കുന്ന ആളുകളാണെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ആലിംഗനം ചെയ്യുകയാണ്. പുന്നാര നബിതങ്ങൾ പറഞ്ഞില്ലയോ, അന ദഅവത്തു ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തങ്ങൾക്ക് ഹബീബായ നബി തങ്ങളെ കണ്ട നേരം സന്തോഷം വരികയാണ്. അവിടുന്ന് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഉമ്മത്തിലേക്ക് മടങ്ങുന്ന നേരം അങ്ങ് പറയണേ നബിയേ, സ്വർഗത്തിൽ ധാരാളം വൃക്ഷങ്ങൾ നടാൻ. സ്വർഗമൊരു നിരന്ന ഭൂമിയാണ്, ഒരുപാട് വൃക്ഷത്തൈകൾ നടാനങ്ങ് ഉമ്മത്തിനോട് പറയണം. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. സ്വർഗമൊരു നിരന്ന ഭൂമിയാണ്, അവിടെ ഒരുപാട് വൃക്ഷങ്ങൾ നടാനങ്ങ് ഉമ്മത്തിനോട് പറയണേ. നമ്മളോട് വലിയ കൃപയുള്ള നേതാവാണ് സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. തിരിച്ച് നമ്മളും അങ്ങനെയാണ്. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. നമ്മൾ ചൊല്ലാത്ത ദിവസമില്ലല്ലോ. അവിടുന്ന് പറയാണ്, നബിയേ, അങ്ങയുടെ ഉമ്മത്തിനോട് പറയണം സ്വർഗത്തിൽ വൃക്ഷം നടാൻ. സ്വർഗമൊരു നിരന്ന ഭൂമിയാണ്, വൃക്ഷം നടാൻ പറയണം. എന്താണ് അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? എങ്ങനെയാണ് സ്വർഗത്തിൽ വൃക്ഷം നടുക? ഉടനെ പറഞ്ഞു കൊടുത്തു. അവരോട് പറയൂ നബിയേ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സിദറത്തുൽ മുന്തഹായുടെ അരികിൽ നിന്ന് സ്വർഗത്തിൽ നിന്നൊരു സമ്മാനം നമുക്ക് മിഅ്റാജിന്റെ രാവിലെ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്തയക്കുകയാണ്. സ്വർഗത്തിലങ്ങ് വൃക്ഷം നടാൻ പറയണം നബിയെ. സ്വർഗത്തിലെ വൃക്ഷം നടുന്നത് എങ്ങനെയാണ്? ചൊല്ലാൻ പറയൂ നബിയെ അവരോട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. യൂറൂസിന്റെ മജ്ലിസിൽ എൻ്റെ മുന്നിൽ കൂടിയവരെ, ഓൺലൈനിൽ എൻ്റെ വഅദ് കേൾക്കുന്നവരെ, സ്വർഗത്തിൽ നമുക്ക് ധാരാളം വൃക്ഷങ്ങൾ വേണ്ടയോ? നമ്മുടെ പേരിൽ ഒരുപാട് തോട്ടങ്ങൾ വേണ്ടയോ? ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ദിക്റാണ്. ഒന്നോർക്കെ ചൊല്ലിയേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒന്നോർക്കെ ചൊല്ലി, സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി. അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗത്തിലെത്തി ഈ തോട്ടങ്ങൾ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ പോകുമ്പോൾ വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ, ഉമ്മമാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉപ്പമാരെ ധാരാളം ചെല്ലണം. അപ്പം എൻ്റെ പേരിൽ സ്വർഗത്തിൽ ഒരുപാട് തോട്ടം ഉണ്ടാവും. ദുനിയാവിൽ നമുക്ക് ആർക്കെങ്കിലും തോട്ടം ഉണ്ടോ? റബ്ബർ തോട്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? അടയ്ക്കാത്തോട്ടം, റബ്ബർ തോട്ടം. പിരിവ് ചോദിക്കാനല്ല, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അറിയാൻ ചോദിച്ചാൽ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ദുനിയാവിലോ തോട്ടമില്ല, സ്വർഗത്തിലെങ്കിലും ഉണ്ടാവണ്ടേ? ദുനിയാവിലോ 4 ചെടി നമ്മുടെ പേരിലില്ല, സ്വർഗത്തിലെങ്കിലും ഉണ്ടാവണ്ടേ? സ്വർഗത്തിൽ ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഓരോ ദിവസവും കുറഞ്ഞതൊരു 10 ചെടി വെച്ചിട്ട് കിടക്കുമെന്ന് നിയത്ത് ചെയ്താൽ മതി. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ സമ്മാനമായി നിങ്ങളൊക്കെ ചെല്ലണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി, അള്ളാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരികയാണെങ്കിൽ, ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് എൻ്റെ ട്രെയിൻ